എല്ലാം വേഗത്തിൽ നമുക്ക് നേടിയെടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്. ഓർഡർ ചെയ്താൽ മതി. ഓർഡർ ചെയ്താൽ എല്ലാം വീട്ടുമുറ്റത്ത് വരും, വീട്ടിനകത്ത് വരും, അല്ലേ? അങ്ങനെയുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഓർത്തോണോ, സ്വതന്ത്രം, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് വേഗത കൂട്ടാനും കുറയ്ക്കാനുമുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും ഒരു കാര്യം മറന്നു പോകരുത്, ദൈവശക്തി പ്രാപിക്കാൻ കുറുക്കുവഴി ഒന്നുമില്ല. ദൈവശക്തി പ്രാപിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, കാത്തിരുന്നെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ വന്നാൽ കിട്ടിയാ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വന്നിട്ട് കാര്യമില്ല. അതിനുവേണ്ടി വില കൊടുക്കാൻ ആള് റെഡിയാണോ എങ്കിൽ ദൈവപ്രവൃത്തി നടക്കാൻ പോകുകയാണ്. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഭക്ഷണം ഉണ്ടെങ്കിലും വണ്ടിക്കൂലി കിട്ടിയില്ലെങ്കിലും സ്തോത്രം ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് പോലും നമ്മുടെ ആൾക്കാർക്ക് വേണ്ട. ഇന്ന് രാത്രി എല്ലാവർക്കും ഒരു അകത്തൊരു താല്പര്യം വേണം. യേശുവിന്റെ കൽപ്പന സ്നാനം പോലെ ഈ പരിശുദ്ധാത്മ സ്നാനം എനിക്ക് വേണം, ഉയരത്തിലെ ശക്തി വേണമെന്ന് എത്ര പേരുടെ അകത്ത് ആഗ്രഹമുണ്ട്. അവരുടെ മേൽ ദൈവം തന്റെ ആത്മാവിനെ നിറയ്ക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഓടിപ്പോകുന്നവരുടെ മേലല്ല കൊടുക്കുന്നത്, ഇരിക്കുന്നവരുടെ മേലാ കൊടുക്കുന്നത്. സ്തോത്രം ചെയ്താട്ടെ. 10:30 വന്നേച്ച് 12:30 മണിക്ക് എഴുന്നേറ്റ് പോകുന്നവൻ മേൽ കൊടുക്കുന്ന സാധനമല്ല ഇത് പ്രാപിക്കാൻ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്ന ഇരിക്കുന്നവന്റെ മേലാ കൊടുക്കുന്നു. കർത്താവ് പറയാ, വാങ്ങിപ്പോകുന്നത്. അപ്പൊ ഈ ശിഷ്യന്മാരുടെ അകത്ത് എന്തുകൊണ്ട് ഇട്ടച്ച് പോണെന്നൊരു ചെറിയ ചിന്ത. കാരണം യേശുവിനെ ക്രൂശിച്ച സ്ഥലം, നേതാവിനെ ക്രൂശിച്ച സ്ഥലമാണ്, നിന്ദിച്ച സ്ഥലമാണ്, വേണ്ടത്ര പുരോഗതി പ്രാപിക്കാൻ കഴിയാത്ത സ്ഥലമാണ്. പത്രോസ് പരാജയപ്പെട്ട സ്ഥലമാണ് യെരുശലേം. അതുകൊണ്ട് ഇട്ടേച്ച് പോകാമെന്നൊരു ചിന്ത അകത്ത് കയറിയപ്പോൾ ആത്മാ വിളിച്ചു പറയുകയാണ്, നീ എങ്ങനെ പോകാൻ പറ്റത്തില്ല, നീ ഇവിടെ നിൽക്കണം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുകയാണ്, മനസ്സും അടുത്തിട്ടേച്ചു പോകാൻ വന്ന നിന്നോട് ആത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുകയാണ്, നീ പിടിച്ചു നിൽക്കാൻ റെഡിയാണെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യാൻ പോകുകയാ. പേടിച്ചു പോയാൽ ചെല്ലുന്നിടത്ത് മുഴുവൻ നീ പേടിച്ചേ പോകത്തുള്ളൂ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, പിടിച്ചു നിൽക്കുന്നെങ്കിൽ ഒരു ദൈവപ്രവൃത്തി ദൈവം അയക്കാൻ പോകുക. ചിലരോട് വളരെ വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് പറയുക, നിൽക്കാൻ റെഡിയാണോ? ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്ദിച്ചവരുടെ നടുവിൽ, ത്യജിച്ചവരുടെ നടുവിൽ, വിരല് ചൂണ്ടിയവരുടെ നടുവിൽ യേശുവിന് ചെയ്യാൻ കഴിയാത്തത് പത്രോസിനെ കൂടി ദൈവം ചെയ്യിച്ചില്ല. ഇന്ന് രാത്രി ഓർത്തോണം, ചില പിതാക്കന്മാർ ചെയ്യാൻ കഴിയാത്ത ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോകുക. ചില പിതാക്കന്മാർക്ക് ചെയ്യാൻ കഴിയാത്ത ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോകുക. ചില സീനിയേഴ്സിനെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയാത്ത ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോകുക. ഇനി പരാജയപ്പെടുമോ എന്നൊരു ചിന്ത നിന്റെ മനസ്സിനകത്ത് വരുന്നു. എന്നാൽ ഇന്ന് രാത്രി ആത്മാവ് ഇതുവരെയുള്ള പരാജയമല്ല വിഷയം. നിന്റെ പരാജയം മറക്കത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുകയാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ എന്താ ചോദിച്ചേക്കുന്നത്? ദൈവത്തിന്റെ എല്ലാ നിറവിനോളം അതുമാണ് ചോദിച്ചേക്കുന്നത്. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നമ്മൾ കാത്തിരിക്കുന്നെങ്കിൽ ദൈവം ഇറങ്ങി വരാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, അവൻ കാത്തിരിക്കുന്ന തന്റെ ജനത്തിന്റെ മേൽ ദൈവം ഇറങ്ങി വരാൻ പോകുകയാണ്. ദൈവം എങ്ങനെയാണ് ഇറങ്ങി വരുന്നറിയാമോ? അവർ തീ പോലെ ഇറങ്ങി വരാൻ പോകുകയാണ്. അവൻ പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ അവൻ ഇറങ്ങി വരാൻ പോകുകയാണ്. ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ സ്പർശനം ഉണ്ടാകണമെങ്കിൽ അത് തുടങ്ങുന്നത് അനുസരണം കൊണ്ടേ തുടങ്ങത്തുള്ളൂ. അനുസരിക്കാൻ റെഡിയാണോ? ദൈവം തന്റെ ആത്മാവിനെ അയക്കാൻ പോകുകയാണ്. അവൻ മർക്കോസിന്റെ മാളിക മുറിയിൽ ദൈവം പറഞ്ഞത് അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പെന്തക്കോസിലേക്ക് യാത്ര തുടങ്ങുകയായിരുന്നു. പ്രത്യക്ഷപ്പെട്ടത് 500 പേർക്കാ. 500 പേരും പ്രാർത്ഥനാ മുറി വന്നില്ല. പ്രാർത്ഥനാ മുറി വന്ന് 120 പേരാ. 120 പേരുടെ മേലാണ് ദൈവം തന്റെ ആത്മാവിനെ പകരുന്നത്. അല്ലാതെ പുറത്തു നിന്ന് 500 പേരുടെ മേലല്ല. പ്രാർത്ഥനാ മുറിയിൽ വന്ന 120 പേരുടെ മേലാണ് പരിശുദ്ധാത്മാവിനെ ദൈവം പകർന്നത്. ഒന്ന് സ്തോത്രം ചെയ്താണ് യേശുവിന്റെ നാമത്തിൽ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ആര് അഭയം പ്രാപിക്കുന്നോ അവരുടെ മേൽ ദൈവത്തിന്റെ കൃപ ധാരാളമായി പെയ്തിറങ്ങാനിടയായി തീരും. യേശുവിന്റെ നാമത്തിൽ ഒരു കാര്യം ഞാനിവിടെ പറയുകയാണ്, വിദ്യാഭ്യാസത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു അധ്യാപകന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ ചെയ്യാൻ പറ്റത്തുള്ളൂ.
പണത്തിൽ ആശ്രയിക്കുന്നവർക്ക് പണത്തിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനുഷ്യനിൽ ആശ്രയിക്കുന്നവർക്ക് ആ മനുഷ്യന് എന്ത് ചെയ്യാൻ കഴിയുമോ അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കഴിവുകളിൽ പ്രശംസിക്കുന്നവർക്ക് നമ്മുടെ കഴിവ് താലന്തുകൾ എന്തുണ്ടോ അതിന് പറ്റിയത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെങ്കിൽ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ പോകുകയാണ്. പത്രോസ് ഇതുവരെ എടുത്ത ആയുധം എന്ന് പറയുന്നത് വാളൊക്കെ എടുത്ത പാർട്ടി. പെന്തക്കോസ് കഴിഞ്ഞപ്പം ഇവൻ ഇതുവരെ വാളൊന്നും എടുത്തിട്ടില്ല. ഇവൻ മുഴങ്കാൽമേൽ നിൽക്കാൻ പഠിച്ചു. 3-ാം അധ്യായത്തിൽ മുഴങ്കാൽമേൽ നിൽക്കാൻ പഠിച്ചു. 4-ാം അധ്യായത്തിൽ മുഴങ്കാൽമേൽ നിൽക്കാൻ പഠിച്ചു. ദൈവസഭയെ നയിച്ചത് മുഴുവൻ പ്രാർത്ഥനാ സ്വഭാവമുള്ളവനായിട്ട. ദൗത്യത്തിന്റെ വലിപ്പം അറിഞ്ഞെങ്കിലേ കാത്തിരിക്കട്ടെ. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ യഹൂദന്മാരുടെ ഇടയിലാണ് പ്രധാനമായി ശുശ്രൂഷിച്ചത്. പക്ഷെ ഞാൻ നിങ്ങളെ അയക്കാൻ പോകുന്നത് യഹൂദന്മാരുടെ ഇടയിലല്ല, സകല ജാതികളെ ശിഷ്യരാക്കാനുള്ള ഒരു വലിയ ദൗത്യമാ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു ഉണക്ക ഉപദേശിയായിട്ട് 75-ാമത്തെ വയസ്സിലും പര്യവസാനിക്കാനാണ് നിന്റെ പരിപാടിയെങ്കിൽ ഇപ്പം പോകുന്നത് പോലെ അങ്ങ് പോയച്ചാ മതി. പക്ഷേ അതിനപ്പുറത്ത് ചില ജാതികളെ ശിഷ്യന്മാരാക്കാൻ യേശുവിന്റെ നാമത്തിൽ ചില വലിയ സഭകൾ നിന്നെ കൊണ്ട് പണിയിക്കാൻ, യേശുവിൻ ചില രോഗികളെ സൗഖ്യമാക്കാൻ, യേശുവിന്റെ നാമത്തിൽ ചില സ്ഥലങ്ങൾ ക്ലോസ് ചെയ്യത്തക്ക നിന്നെ കൊണ്ടുപോകാൻ ദൈവത്തിന് വലിയ പരിപാടി ഉണ്ടെങ്കിൽ ഇപ്പൊ പോകുന്നത് പോലെ പോകാൻ പറ്റില്ല. പത്രോസേ, ഇതുവരെ നീ ഒരു സ്ത്രീയുടെ മുമ്പിൽ നിന്നാ മതിയാണ്. 20 പേരുടെ മുമ്പിൽ നിന്നാ മതി. പത്രോസേ, നിന്നെ ഇപ്പൊ ഞാൻ കണ്ടേക്കുന്നത് 1000ങ്ങളുടെ മുമ്പിൽ നിൽക്കാനാ. 3000 പേര് രക്ഷിസ്ഥാനപ്പെട്ടെങ്കിൽ 10,000 ആൾക്കാർ കാണും. 10,000ങ്ങളുടെ മുമ്പിൽ നിൽക്കാനാ ഞാൻ നിന്നെ കണ്ടേക്കുന്നത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില പ്രതിയോഗികൾ നിനക്കെതിരെ എഴുന്നേറ്റ് വരുമ്പോൾ പ്രതിയോഗിയോട് പ്രതികാരം നടത്താനല്ല, പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തിയുടെ വ്യാപാരം ഇതാ ഞാൻ നിന്റെ മേൽ അയക്കാൻ പോകുക. ഈ ശക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇത് പ്രതിരോധ ശക്തിയാണ്. യേശുവിന്റെ നാമത്തിൽ ഉയരത്തിൽ നിന്ന് ശക്തി എന്തോ ശക്തിയാണെന്നറിയാമോ? നിന്നെ കുലിക്കാനുള്ള ശക്തിയല്ല, ചിലത് പറയിപ്പിക്കാനുള്ള ശക്തിയല്ല, പിന്നെയോ പ്രതിരോധിക്കാൻ കഴിയുന്ന ശക്തിയാണ്. യെരുശലേമിൽ തുടങ്ങാനുള്ളതല്ല, ഇവിടെ തുടങ്ങി ഇവിടെ ഉപേക്ഷിക്കാനുള്ളതല്ല, ഇവിടെ തുടങ്ങി റോമിൽ കൊണ്ടെത്തിക്കാനുള്ളതാ. ചില തുടങ്ങി പൂർത്തീകരിക്കാൻ കഴിയാതെ നിൽക്കുന്ന ആ കെട്ടിന്ന് രാത്രി അടിയാൻ പോകുക. നീ ചിലത് തുടങ്ങി വെച്ച് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല, ഇന്ന് രാത്രി ആ കെട്ടടിയാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ആത്മാവ് വിളിച്ചു പറയുന്നു, നിർത്തിവെച്ചത് ചിലത് തുടങ്ങിക്കും. നീ മുടക്കി വെച്ചത് ചിലത് തുടങ്ങിക്കും. അവൻ പരാജയ ഭീതി നിമിത്തം വേണ്ടാന്ന് വെച്ച് തുടങ്ങിക്കോ. ദൈവം നിന്റെ കൂടെ ഉണ്ട്. നീ ഫലം കാണാൻ പോകുക, നീ ഫലം കാണാൻ പോകുക, നീ അതിന്റെ ക്ലൈമാക്സ് കാണാൻ പോകുക. ആത്മശക്തി വ്യാപരിക്കുമ്പോൾ അവൻ നിന്നുപോയ ചില പ്രവചനങ്ങൾ തുടരാൻ പോകുക. നഷ്ടപ്പെട്ടു പോയ കൃപാവരം ദൈവം മടക്കി തരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ നഷ്ടപ്പെട്ടു പോയ കൃപാവരം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ ആലയത്തിൽ വന്ന കർത്താവിനെ മുക്തപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയ അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിന് അധ്യക്ഷനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോറീസ് അവർകൾ, നമ്മുടെ സെക്ഷൻ്റെ പ്രിസ്പെക്ടർ പാസ്റ്റർ വി ജി അബ്രഹാം അവർകൾ, സെക്ഷൻ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, ഈ സെക്ഷനുള്ള ദൈവദാസന്മാർ, പ്രത്യേകിച്ച് സഭാവിത്യാസമെന്നെ മറ്റ് സ്ഥലങ്ങളിൽ കടന്നു വന്നിരിക്കുന്ന ദൈവഭൃത്യന്മാരെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുകയാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങിൽ വന്ന് പങ്കെടുക്കുവാൻ
കർത്താവ് ഒരുക്കിയ അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദീർഘ വർഷങ്ങളായിട്ടുള്ള കർത്താവിൻ്റെ ദാസൻ്റെ ഹൃദയത്തിൽ കൊടുത്ത ദർശനം ഞാനുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെയൊരു പ്രോഗ്രാം നടത്തണമെന്ന് ചില വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ്. അതിനായിട്ട് എന്നെ കൂടെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിലും ഞാനിങ്ങോട്ട് ശരീരം കൊണ്ട് വന്നിട്ടില്ലെങ്കിലും ഈ കാര്യങ്ങളെല്ലാം കർത്താവ് ക്രമീകരിച്ചതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമുക്ക് നന്നായിട്ട് അറിയാം, എല്ലാവരും എങ്ങനെ ലാഭം ഉണ്ടാക്കാമെന്നാണ് ഈ കാലത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പൈസയെല്ലാം ചെലവഴിച്ച് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. സ്തോത്രം. ദൈവം കൊടുത്ത ദർശനമനുസരിച്ച് ഇങ്ങനെ കെട്ടിടം പണിയാനും കാര്യങ്ങളെല്ലാം ഭംഗിയായി ക്രമീകരിച്ച് നമുക്ക് വളരെ ഈ ചൂടുകാലത്തും വന്ന് വളരെ സന്തോഷത്തോടെ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം അവസരമൊരുക്കി. അതിൻ്റെ തുടക്കങ്ങളാണ് ഈ ദിവസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ ഉണർവിനെ മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ കർത്താവിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ജ്യേഷ്ഠാനന്ദന്മാരെ പോലെ വളരെ ഒരുമിച്ച് സഹകരിക്കുകയും കർത്തൃദാസിൻ്റെ എല്ലാ കാര്യാദികളിലും എന്നെ പങ്കെടുപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരുമിച്ച് സഹകരിപ്പാൻ ദൈവം ഒരുക്കിയ അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യും. വിശേഷിച്ച കർത്താവിൻ്റെ ദാസൻ ഫിലിപ്പാസ് ഇവിടെ ആയിരിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഷാരോൺ സമൂഹത്തോളം വർഷങ്ങളായിട്ട് ചുമതല പോയി അനുഗ്രഹീതനായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ കണ്ട നാളുകളിൽ ഇന്നൊരു ക്രിസ്ത്യ സ്നേഹത്തിലായിരിക്കാൻ ദൈവം ഒരുക്കിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്നുള്ളതിന് പല കാരണങ്ങളുണ്ട്. 1995 മുതൽ 2005 വരെയുള്ള കാലഘട്ടത്തിലാണ് ഞാൻ ചങ്ങനാശ്ശേരിയിലായത്. അന്ന് ഉണ്ടായിരുന്ന ദൈവദാസന്മാരെല്ലാം വളരെ മിടുക്കന്മാരും പ്രഗത്ഭരും ലീഡേഴ്സും ഒക്കെ ആയിട്ട് മാറാൻ കർത്താവ് കൃപ നൽകി. അതിനെല്ലാം പിന്നിൽ തുടർമാനമുള്ള പ്രാർത്ഥനകൾ. സ്തോത്രം. അന്ന് റെജി പാസ്റ്റർ ആ കാലഘട്ടങ്ങളിൽ വിദേശത്തും എറണാകുളത്തൊക്കെ ആയിരുന്നു. അവിടെ തുടർമാനമുള്ള ഉപവാസ പ്രാർത്ഥനകളാണ് അന്ന് നടന്നുകൊണ്ടിരുന്നത്. നിരവധി ദൈവദാസന്മാർ കടന്നു വന്ന് ശിശുടിപ്പാനും ആ കാലഘട്ടങ്ങളിൽ ഒരു വലിയ ആത്മാവിൻ്റെ ചൈതന്യം ഉണ്ടാകാനും കർത്താവ് സഹായിച്ചു. സെക്ഷൻ്റെ വളർച്ചയ്ക്കെല്ലാം വളരെ അനുഗ്രഹമായിരുന്നു. 18 പുതിയ വേലകൾ ആരംഭിച്ചു എന്നുള്ളത് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഇന്ന് അത്രയും വേലകളില്ലെങ്കിലും മറ്റു ചില പ്രസ്ഥാനങ്ങളിലൊക്കെ ചില വേലകൾ നിൽക്കുന്നു എന്നുണ്ടെങ്കിലും വേല തുടങ്ങാൻ കർത്താവ് കൃപ നൽകി. കാര്യഗൗരവമായിരിക്കുന്ന വലിയ വളർച്ചയുടെ ഒരു കാലഘട്ടമായിരുന്നു. സ്തോത്രം. എന്നാൽ പിൽക്കാലങ്ങളിൽ ഞാൻ 2005 ഇവിടുന്ന് മാറി. അതിനുശേഷം എങ്കിലും മിക്കവാറും ഈ സെക്ഷനിലെല്ലാം വരാനും ചുഴിപ്പാൻ ദൈവം ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ ഈ ദൈവദാസന്മാർ ഒരുമിച്ചുള്ള പ്രാർത്ഥന വളരെ വിലപ്പെട്ട മീറ്റിങ്ങുകളാണ്. ഞാൻ ഒരു പ്രാവശ്യം വിദേശ യാത്ര ചെയ്ത് അങ്ങനെ ഹൈദരാബാദിൽ ഒരു ചെറിയ പ്രവർത്തനം തുടങ്ങുവാനിടയായി. അപ്പോൾ അവിടെ ചില വില്ലേജുകളിലുള്ള ചില ദൈവദാസന്മാരെ ട്രെയിൻ ചെയ്ത് അവരെ വേലയ്ക്കായിട്ട് അയച്ചു. അവരെല്ലാം പരിശുദ്ധാത്മ സ്നാനമൊന്നും പ്രാപിച്ചിരുന്നുമല്ല. പക്ഷെ അവരെല്ലാം വേലയ്ക്ക് അയച്ചു. ചെന്നിടത്തെല്ലാം 4-5 പേരൊക്കെ വീതം ഉണ്ടായി. എന്നാൽ മിക്കവാറും എല്ലാ വർഷങ്ങളിലും ഇതുപോലെയുള്ള പാസ്റ്റേഴ്സിന് ഒരുമിച്ചുള്ളൊരു മീറ്റിംഗ് നടത്താറുണ്ട്. ഒരു പ്രാവശ്യം ഞാനും റെജി പാസ്റ്റർ എല്ലാം കൂടെ ഫ്രീ ആയിട്ട് അവിടെ പോയി ദൈവദാസന്മാരുടെ ഒരുമിച്ച് സമയങ്ങൾ ചെലവഴിച്ച് 3 ദിവസത്തെ മീറ്റിംഗ്, ഒരു ബൂസ്റ്റപ്പ് മീറ്റിംഗ്. സ്തോത്രം. എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ടുണ്ടായിരുന്ന തോട്ടക്കാട് സഭയിലുള്ള അനോജാണ് അവിടെ അതിന് മേൽനോട്ടം വഹിക്കുന്നത്. നിങ്ങൾക്കറിയണോ, ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ പ്രാദേശിക സഭകളിലെ 25 പേര്, 15 പേര്, 18 പേര് ഒക്കെ ഒറ്റയടിക്ക് സ്നാനപ്പെടുന്നത്. സ്തോത്രം. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. എന്താ കാര്യം എന്നറിയാമോ? ദൈവദാസന്മാരിൽ അസാധാരണമായ ഒരു ദൈവശക്തി വ്യാപരിക്കാനായിട്ടിടയാ. പ്രൈസ് ദി ലോർഡ്. നോർത്ത് ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിൽ പോകാൻ ദൈവ അവസരം ലഭിച്ചിട്ടുണ്ട്. മെൽബിൻ്റെ പിതാവ് എബനേസർ, അദ്ദേഹം ഒരു പ്ലംബിംഗ് വർക്കറാണെങ്കിലും അദ്ദേഹം എല്ലാ വർഷവും 2-3 പ്രാവശ്യം നോർത്ത് ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യും. സ്വന്തം ചെലവില്ല വിശ്വമാരെ സന്ദർശിക്കാനായിട്ട്. ഞാനും റെജിപ്പാസും എല്ലാം കൂടെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ട്. അന്ന് കർത്താവിൻ്റെ ദാസൻ്റെ മരുമോൻ്റെ മധ്യപ്രദേശിലും പോകാൻ ഈ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ മീറ്റിങ്ങുകൾ ഒരിക്കലും വൃഥാമല്ല. ഇതിനകത്തൊരു വലിയ ദൈവപ്രവർത്തി നടക്കും. വ്യത്യസ്തമായ നിലകളിലുള്ള ദൈവദാസന്മാർ വന്ന് ശുശ്രൂഷിക്കുന്നു.
അവരെന്ത് ശിശുടിക്കുന്നോ അതിനപ്പുറത്ത് ഒരു വലിയ പകർച്ച പരിശുദ്ധാത്മാവ് ഇതിന് നടുവിൽ അയക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് കഴിവതും ഈ മീറ്റിങ്ങുകളിൽ ഞാനും ഉണ്ടായിരിക്കും എന്നുള്ളത് എനിക്കും സന്തോഷത്തോടെ പറയാനായിട്ട് കഴിയും. ഇതൊരു വലിയ ചലനമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മർക്കോസിന്റെ മാളികമുറിയിൽ ഉണർവിന്റെ തീജാല കത്തിയത് 30 വർഷം കൊണ്ട് റോമിലേക്ക് കത്തിപ്പടരാൻ കർത്താവ് കൃപ നൽകി. പ്രവൃത്തിയുടെ പുസ്തകത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് 30 വർഷത്തെ ചരിത്രമാണ്, അല്ലേ? ഒരു പാഷക്കാരിടയിൽ തുടങ്ങിയത് അനേക പാഷക്കാരിടയിലേക്ക് അത് കത്തിപ്പടരാനായിട്ടിടയായി തീർന്നു. ഒരു മുറിക്കകത്ത് തുടങ്ങിയ ദൈവത്തിന്റെ വേല യെരുശലേമിൽ തുടങ്ങിയത് റോമിലേക്ക് അത് സ്ഥാപിക്കുവാനായി, റോം വരെ എത്തുവാനായിട്ടിടയായി തീർന്നു. ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വൻകാര്യങ്ങൾ കർത്താവ് ചെയ്യാനായി പോവുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി ഒരു വലിയ പ്രസംഗമല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനാ മുറിയിൽ തന്ന ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ച് നീണ്ട പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. പലരും ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ കൃത്യമായും തൊട്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതിനായിട്ട് നമ്മെ ഒരുക്കിയെടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് വളരെ ലളിതമായിരിക്കുന്ന ഒരു തിരുവചനം നിങ്ങളുമായി പങ്കുവെച്ച് നിങ്ങളുടെ മനസാക്ഷി ഒന്നുകൂടെ ഉണർത്താനായിട്ട് ഞാൻ കർത്താവിൽ ആശിക്കുകയാണ്. പ്രധാനമായിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി പേരുണ്ട്. റെയ്നാൾഡ് ബോങ്കയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 11ാമത്തെ വയസ്സിൽ അഭിഷേകം പ്രാപിച്ച ഒരു ഭക്തനാണ്. അഭിഷേകം പ്രാപിച്ചതിന് ശേഷം അപ്പന്റെ കൂടെ പ്രസംഗിക്കാൻ പോയി. അപ്പന്റെ കൂടെ സ്തോത്രം. പക്ഷെങ്കിൽ അന്ന് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം രോഗി സൗഖ്യമായി. രോഗി സൗഖ്യമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അന്തരാത്മാവിൽ വലിയ ദർശനം, ആഫ്രിക്കയെക്കുറിച്ചുള്ള വലിയ ദർശനം അദ്ദേഹത്തിന്റെ അന്തരാത്മാവിൽ ഉണ്ടാകുവാനിടയായി. അങ്ങനെ 1964 പ്രീസ്തലോ 67 അദ്ദേഹം 64 ശിശുവിടെ തുടങ്ങിയെങ്കിലും 67 ആഫ്രിക്കയിലേക്ക് വരുവാനായിട്ടിടയായി. നീണ്ട 30 വർഷം കൊണ്ട് 36 രാജ്യങ്ങളെ സ്വാധീനിക്കുവാൻ റെയ്നാൾഡ് ബോങ്കയ്ക്ക് ദൈവം അവസരം നൽകിയെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ചില ബാലന്മാരെ ബാലികമാരെ ആത്മാവിൽ നിറച്ചാൽ ചില രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വലിയ ദൈവശക്തിക്കായി പരിശുദ്ധാത്മാവിന് ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ അന്യഭാഷയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവദാസനോട് ഓർപ്പിച്ചതുപോലെ ആരും വാ മൂടിയിരിക്കാതെ അതരങ്ങൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തില് മസിൽ പിടിച്ചിരിക്കാതെ കരങ്ങൾ തട്ടി കർത്താവിനെ ആരാധിച്ച് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് പോയി പറഞ്ഞു, ഞാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങളുടെ മേൽ അയക്കാൻ പോവുകയാണ്. കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റാ. സ്തോത്രം. വെറും പേരുള്ള ടൈറ്റിലുള്ള അഡ്വക്കേറ്റുമാരെ ആരും വയ്ക്കാറില്ല. കാര്യപ്രാപ്തി ഉള്ളവരെ മാത്രമേ അഡ്വക്കേറ്റായിട്ട് വെക്കത്തുള്ളൂ. ഒരു കാര്യം ഓർത്തോണം, ഏറ്റവും എക്സ്പെർട്ടായിരിക്കുന്ന ഒരാള് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അത് തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവ്. ഇവിടെ ആര് പ്രസംഗിക്കുന്നു എന്ന് നിങ്ങൾ ആരും നോക്കേണ്ട കാര്യമില്ല. പരിശുദ്ധാത്മാവ് യോഗത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഡയറക്ടർ പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവാണ് ഇതിന്റെ നടുവിലുള്ളതെങ്കിൽ പരിശുദ്ധാത്മാവ് നന്നായി കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാ.
യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ പ്രോഗ്രാം ഓറിയന്റഡ് ആയിരിക്കുന്ന ആൾക്കാരാ. പ്രോഗ്രാമാണ്, സ്തോത്രം അല്ലേ? പ്രോഗ്രാമിനാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷെ അതിനപ്പുറത്ത് ഈ യോഗങ്ങളിൽ ഒരു പ്രോഗ്രാം ഓറിയന്റഡ് ആയ പരിപാടിയല്ല, ഹോളി സ്പിരിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പരിപാടിയാ. പരിശുദ്ധാത്മ കേന്ദ്രീകൃതമായിരിക്കുന്ന പരിപാടിയാ യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് ഈ രാവിലെ ഈ രാത്രിയിൽ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്യേണ്ടത് നന്നായി ചെയ്യാനിടയായി തീരും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സ്തോത്രം. ഒരു വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 49-ാമത്തെ വാക്യം. ലൂക്കോസ് 24:49. വായിച്ചാട്ട് വേഗം വായിക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്ന് പറഞ്ഞു. 48-ാമത്തെ വാക്യത്തിൽ എന്താണ് വായിക്കുന്നത്? 48-ാം വാക്യം കൂടെ ചേർന്ന് വായിക്കും. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ 24, 48, 49 രണ്ടും കൂടെ ചേർത്ത് വായിച്ചാട്ടെ. നിങ്ങൾ യേശുവിൽ നിന്ന് വാങ്ങിപ്പോകാതെ 44-ാം വാക്യം. 47. അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. പ്രൈസ് ദി ലോർഡ്. ഈ തിരുവചന ഭേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നഗരത്തിൽ പാർപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ശക്തി പ്രാപിക്കാനാ നാം ഈ ദിവസങ്ങളിൽ ദൈവസ്ഥാനിൽ വന്നിരിക്കുന്നത്. ശക്തി പ്രാപിക്കാനാ. സ്തോത്രം. കർത്താവിന് മുമ്പിൽ ആമേൻ സ്തോത്രം. കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദൈവത്തിന്റെ ദാസന്മാർ ആമേൻ ഇവിടെ കടന്നു വന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നത് ദൈവത്തിന്റെ മുൻപിൽ കാത്തിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ഉയരത്തിൽ നിന്നുള്ള ശക്തി പ്രാപിക്കാനാ. ഉയരത്തിൽ നിന്നുള്ള ശക്തി. നമുക്കറിയാം, ഇന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ട സൂപ്പർ ഹൈവേയുടെ കാലത്താണ്. സ്തോത്രം. എല്ലാം വേഗത്തിൽ നമുക്ക് നേടിയെടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്, അല്ലേ? നമ്മുടെ മൊബൈലിൽ ഇന്ന് ടൈപ്പ് ചെയ്താൽ മതി. എത്ര ദൂരെയുള്ള സാധനങ്ങളാണെങ്കിലും വേഗത്തിൽ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിൽ വരും. സ്തോത്രം. വലിയ വണ്ടിയൊന്നും ഓടിച്ചു പോകേണ്ട കാര്യമില്ല. പൈസ നമ്മൾ കൊടുത്താൽ മതി. വേഗത്തിൽ എന്ത് ചെയ്യും? കാര്യങ്ങളെല്ലാം നടക്കുക തന്നെ ചെയ്യും. പക്ഷെ ഒരു കാര്യം ഓർത്താൽ മതി, ഓർഡർ ചെയ്താൽ മതി. ഓർഡർ ചെയ്താൽ എല്ലാം വീട്ടുമുറ്റത്ത് വരും, വീട്ടിനകത്ത് വരും, അല്ലേ? ഓർഡർ ചെയ്യുമ്പോൾ കാര്യങ്ങളെല്ലാം വേഗത്തിൽ നടക്കാൻ പോകുകയാണ്, നടക്കും. പക്ഷേ അങ്ങനെയുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഓർത്തോണോ, ആമേൻ സ്തോത്രം, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് വേഗത കൂട്ടാനും കുറയ്ക്കാനുമുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും ഒരു കാര്യം മറന്നു പോകരുത്, ദൈവശക്തി പ്രാപിക്കാൻ കുറുക്കുവഴി ഒന്നുമില്ല. ദൈവശക്തി പ്രാപിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, കാത്തിരുന്നെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ വന്നാൽ കിട്ടിയാ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് വന്നിട്ട് കാര്യമില്ല. അതിനുവേണ്ടി വില കൊടുക്കാൻ ആള് റെഡിയാണോ എങ്കിൽ ദൈവപ്രവൃത്തി നടക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ കരങ്ങളിൽ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. വില കൊടുക്കാൻ റെഡിയാണോ? ഇവിടുന്ന് പോകുന്നത് വന്നതുപോലെയല്ല. വില കൊടുക്കാൻ റെഡിയാണെങ്കിൽ ശക്തിയോടെ നിങ്ങൾ പോകത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ നമ്മളിപ്പോ ഒരു യോഗം നടക്കുക. എന്തായാലും ഒന്ന് ചെന്ന് കണ്ടേച്ച് പോരാമെന്ന് വിചാരിച്ചു വന്നാൽ കണ്ടേച്ചേ പോകാൻ പറ്റത്തുള്ളൂ. വില കൊടുക്കാൻ റെഡിയാണെങ്കിൽ പ്രാപിച്ചോണ്ടേ പോകത്തുള്ളൂ. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇതൊരു കാര്യമുണ്ട്. ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് പഴയ നിയമത്തിനകത്ത് എന്താണ് വാഗ്ദത്തം ഉണ്ടായിരുന്നു. എന്താ വാഗ്ദത്തം? എന്താ?
യെശയ്യാപ്രവചനം 44-ാം അധ്യായം 3-ാം വാക്യം. ഞാൻ അല്പം ശാന്തമായിട്ടാണ് പോകുന്നത്. എന്താണ്? യെശയ്യാവ് 44 3-ാം വാക്യം വായിച്ച്. അടുത്തത്, നിന്റെ സന്തതിയുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ എന്ത് ചെയ്യും? പകരും. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, നിന്റെ സന്തതിയുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ എന്ത് ചെയ്യും? പകരും. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. പക്ഷേ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വൈദ്യനായിരിക്കുന്ന ലൂക്കോസ് പറയുകയാണ്, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കാമോ എന്നല്ല ചോദിച്ചത്, കാത്തിരിക്കണം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കമാൻഡാണ്. ഇതൊരു നിർദ്ദേശമല്ല, ഇതൊരു കമാൻഡ്, കൽപ്പനയാണ്. ദൈവത്തിന്റെ ദാസന്മാർ, ദൈവമക്കൾ കാത്തിരിക്കണം. സ്തോത്രം. അപ്പൊ കമാൻഡാ, റിക്വസ്റ്റ് അല്ല. ഹലോ, സ്തോത്രം ചെയ്താട്ടെ. ഭക്ഷണം ഉണ്ടെങ്കിലും വണ്ടിക്കൂലി കിട്ടിയില്ലെങ്കിലും സ്തോത്രം ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് പോലും നമ്മുടെ ആൾക്കാർക്ക് വേണ്ട. കാര്യം എന്നറിയാമോ? ഇത് രജിപ്പാസ്റ്ററുടെ കമാൻഡ് അല്ല, അസംബ്ലീസ് കോഡിൻ്റെയോ ഏതെങ്കിലും സംഘടനയുടെ ഒരു കൽപ്പന പ്രകാരമുള്ള പരിപാടിയല്ല. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. എന്തോ കൽപ്പന? ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ദൈവദാസന്മാർ ഓർത്തോണം, ഇതാരും നിർബന്ധമായി പറഞ്ഞതല്ല, ഇത് ഉയരത്തിലെ കൽപ്പനയാണ്. യേശു മഹാരാജാവിന്റെ കൽപ്പനയാണ്. ഹല്ലേലൂയ. അസംബ്ലീസ് കോഡിൽ സർട്ടിഫിക്കറ്റ് വേല കയറണമെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണം. സ്തോത്രം. എങ്കിലേ വേലക്കാരനാകാൻ പറ്റൂ. സ്തോത്രം. ചിലയിടത്തൊക്കെ അല്ലാതെ കയറുന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ ചിലർ പിടിക്കാറുണ്ട്. മനസ്സിലായില്ലേ? സ്തോത്രം. ഇത് റിക്വയർമെന്റ്, ക്രെഡൻഷ്യൽ കിട്ടാനോ വേലക്കാരനാകാനോ ഉള്ള പരിപാടിയല്ല. ഇതിനപ്പുറത്ത് ഇതൊരു കമാൻഡാ, ഇതൊരു കൽപ്പനയാണ്. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ ആരുടെ കൽപ്പനയാണ്? യേശുവിന്റെ കൽപ്പനയാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എല്ലാവർക്കും ഒരു അകത്തൊരു താല്പര്യം വേണം. യേശുവിന്റെ കൽപ്പന സ്നാനം പോലെ ഈ പരിശുദ്ധാത്മ സ്നാനം എനിക്ക് വേണം, ഉയരത്തിലെ ശക്തി വേണമെന്ന് എത്ര പേരുടെ അകത്ത് ആഗ്രഹമുണ്ട്. അവരുടെ മേൽ ദൈവം തന്റെ ആത്മാവിനെ നിറയ്ക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു കാര്യം ഓർത്തോണം, അവൻ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കണമെന്ന് പറഞ്ഞാൽ ഇത് പ്രാപിക്കാതെ എഴുന്നേൽക്കാൻ പറ്റത്തില്ല. ഈ കൽപ്പന സ്വീകരിച്ചു മാത്രമേ ഇവിടെ വിട്ടുപോകാവൂ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ ചെയ്യേണ്ട കാര്യം എന്താ? യെരൂശലേമിൽ എന്ത് ചെയ്യണം? നഗരത്തിൽ തന്നെ പാർക്കണം, അവിടെ കാത്തിരിക്കണം. ഇരിക്കണമെന്നാണ് ഗ്രീക്കിൽ കാത്തിസു എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഓടിപ്പോകുന്നവരുടെ മേലല്ല കൊടുക്കുന്നത്, ഇരിക്കുന്നവരുടെ മേലാ കൊടുക്കുന്നത്. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. 10:30 വന്നേച്ച് 12:30 മണിക്ക് എഴുന്നേറ്റ് പോകുന്നവൻ മേൽ കൊടുക്കുന്ന സാധനമല്ല ഇത്. ഇത് പ്രാപിക്കാൻ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്ന ഇരിക്കുന്നവന്റെ മേലാ കൊടുക്കുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് ഈ പ്രാർത്ഥനയ്ക്കൊക്കെ വന്നാലേ ഇരിക്കാൻ ആർക്കെങ്കിലും സമയമുണ്ടോ? സ്തോത്രം, സ്തോത്രം. മൊബൈൽ എത്ര പ്രാവശ്യമാണ് നമ്മൾ നോക്കുന്നറിയോ? സ്തോത്രം അല്ലേ? അങ്ങനല്ലേ? നമ്മളിപ്പം വേറെ പല ബിസിനസ്, ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നെന്ന് പറഞ്ഞാൽ ചില ഇരിക്കുന്നെന്നുള്ളതേ ഉള്ളൂ. ഇവിടെ അല്ലിരിക്കുന്നേ, മൊബൈലൊക്കെ ഇങ്ങനെ ചെകഞ്ഞോണ്ടിരിക്കുക. മനസ്സിലായില്ലേ? ഈ ഇങ്ങനെ ചെകഞ്ഞോണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നീ ശക്തി പ്രാപിക്കാൻ പറ്റത്തില്ല. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇതിനു വേണ്ടി സമയം ചെലവഴിച്ച് കുത്തിയിരുന്നെങ്കിൽ മാത്രമേ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കൂ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് ഇവിടെ മൊബൈലിന്റെ ശബ്ദമൊന്നും കേൾക്കാൻ പാടില്ല. അത്യാസന്ന നിലയിൽ കിടക്കുന്നവർ വല്ലവരും ഉണ്ടെങ്കിൽ മൊബൈല് ഓണാക്കി വെക്കുന്നതിനെ കൂടെ, ഇല്ലെങ്കിൽ ബാഗിനകത്ത് വെച്ചിട്ട് അവൻ ദൈവസ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ പ്രൈസിലോ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുമ്പോഴും നഗരത്തിൽ പാർപ്പീൻ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചിലർ ഇരിക്കാൻ റെഡിയാണെങ്കിൽ, അവൻ ദിവസങ്ങൾ ചിലർ ഇരിക്കാൻ റെഡിയാണെങ്കിൽ ദൈവം ചിലർ നിന്റെ മേൽ അയക്കാൻ പോകും. യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ.
കൊച്ചു കൊച്ചു കാര്യം പറയുന്നത്, യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ അല്ലേ, സ്വതന്ത്രം ഒരു 3 വർഷത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഭാഷ പറഞ്ഞ BTH സർട്ടിഫിക്കറ്റും വാങ്ങിച്ച് ഇപ്പം കർത്താവിനെടുക്കെന്ന് പോകാനായിട്ടുള്ളൊരു പരിപാടിയാണ് അല്ലേ. ഇച്ചിരി കൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 വർഷത്തെ സ്ഥലം മാറ്റം, 3 വർഷം കഴിയുമ്പോൾ നമ്മൾ സ്ഥലം മാറുന്ന സമയമാണ്. അവൻ ഏകദേശം കർത്താവിൻ്റെ കൂടെ ഒരു 3 വർഷമായിട്ട് അവൻ യെരുശലേമിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം യെരുശലേമിൽ നിന്ന് കർത്താവ് പറയുക വാങ്ങിപ്പോകരുത്. അപ്പം ഈ ശിഷ്യന്മാരുടെ അകത്ത് എന്തുകൊണ്ട് ഇട്ടച്ച് പോകണമെന്നൊരു ചെറിയ ചിന്ത, കാരണമുണ്ട് അല്ലേ, ഇട്ടച്ച് പോകാൻ കാരണം യേശുവിനെ ക്രൂശിച്ച സ്ഥലമാണ്, നേതാവിനെ ക്രൂശിച്ച സ്ഥലമാണ്, നിന്ദിച്ച സ്ഥലമാണ്, വേണ്ടത്ര പുരോഗതി പ്രാപിക്കാൻ കഴിയാത്ത സ്ഥലമാണ്, പത്രോസ് പരാജയപ്പെട്ട സ്ഥലമാണ് യെരുശലേം. അതുകൊണ്ട് ഇട്ടച്ച് പോകാമെന്നൊരു ചിന്ത അകത്ത് കയറിയപ്പോൾ ആത്മാ വിളിച്ചു പറയുകയാണ്, നീ എങ്ങനെ പോകാൻ പറ്റത്തില്ല, നീ ഇവിടെ നിൽക്കണം. ഒന്ന് സ്തോത്രം ചെയ്താണ് യേശുവിന്റെ നാമത്തിൽ, ഒന്ന് സ്തോത്രം ചെയ്താണ് യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുകയാണ്, മനസ്സും അടുത്തിട്ടേച്ചു പോകാൻ വന്ന നിന്നോട് ആത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുകയാണ്, നീ പിടിച്ചു നിൽക്കാൻ റെഡിയാണെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ചുടരാ ഹദന രദല ഹബ്ദന രദലഗ ശംദന രബസിയാദല. Glory, hallelujah, hallelujah. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആത്മാവിന്റെ വചനത്തിന്റെ വെളിപ്പാടിൽ വിളിച്ചു പറയുന്നു, ഇട്ടച്ചു പോകാനല്ല, നിൽക്കാൻ നീ റെഡിയാണെങ്കിൽ ദൈവത്തിനെ ഉപയോഗിക്കാൻ പോകുക. ഹൃദയത്തിനകത്ത് തീരുമാനമെടുത്ത് ഇട്ടച്ചു പോകാൻ പരാജയ ഭീതി പൂണ്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറയുന്നെങ്കിൽ ഇന്ന് രാത്രി ആത്മാ വിളിച്ചു പറയും നിൽക്കാൻ. ഓ ഷദര രജല ദരജ ഭൈഡ രജല മനജ രജല ചുടമന ബരജൽ ഖമനഗരജം ഭദഗദലയം ദം ശൈരിഗരജം ചുടവൻ ബരജൽ ശന്തൽ ഖരജം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നീ പേടിച്ചു പോയാൽ ചെല്ലുന്നിടത്ത് മുഴുവൻ നീ പേടിച്ചേ പോകത്തുള്ളൂ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാ ചിലരോട് പറയുന്നു, പിടിച്ചു നിൽക്കുന്നെങ്കിൽ ഒരു ദൈവപ്രവൃത്തി ദൈവം അയക്കാൻ പോകുക. ചിലരോട് വളരെ വ്യക്തിപരമായി പരിശുദ്ധാത്മാ പറയുക, നിൽക്കാൻ റെഡിയാണോ, ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്ദിച്ചവരുടെ നടുവിൽ, ത്യജിച്ചവരുടെ നടുവിൽ, വിരല് ചൂണ്ടിയവരുടെ നടുവിൽ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചെല്ലി ഉറപ്പിക്കാൻ പോകുക. ഒരു ചെറിയ കാര്യം, ഞാൻ അങ്ങനെ വലിയ ഉദാഹരണമൊന്നും പറയാറില്ല. ഞാൻ ചങ്ങനാശ്ശേരി വന്ന് ഒരു ചർച്ച് പൈനിയർ ചെയ്ത് 10-45 ആൾക്കാരെ സ്നാനപ്പെടുത്തിയ അനന്തരം ബാംഗ്ലൂരിൽ പോയി ഒരു വലിയ സഭയുടെ പാസ്റ്റായിട്ടിരുന്നതിന് ശേഷം എന്നെ ചങ്ങനാശ്ശേരിയിലേക്ക് അയക്കുന്നത്. പക്ഷെ അവിടെ വന്നപ്പോൾ ഒന്നുമില്ലായിരുന്നു. 1 വർഷം വളരെ കഷ്ടപ്പെട്ടിട്ടും എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പൂളോനെ പോലും സ്നാനപ്പെടുത്താൻ പറ്റിയില്ല.
അന്ന് പാസ്റ്റർ ബി പി എബ്രഹാം അമേരിക്കയ്ക്ക് പോവുക. പുതുപ്പള്ളി ഒഴിഞ്ഞു കിടക്കുക. സ്തോത്രം. ആലുവയിൽ നിന്ന് പാസ്റ്റർ ബാബു പരീസ് മാറുകയാണ്. 2 വിളി എൻ്റെ മേൽ വന്നു. സ്തോത്രം. എല്ലാവരും എന്നോട് പറഞ്ഞു, എടാ ഇത് ബലവാന്മാരെല്ലാം ഇട്ടേച്ചു പോയ സ്ഥലം, നീ അവിടെ നിൽക്കണം, ഇങ്ങോട്ട് പോരും. സ്തോത്രം. പക്ഷെ ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, നീ ഇവിടെ പിടിച്ചു നിൽക്കുന്ന നിങ്ങളൊരു ദൈവപ്രവൃത്തി കാണും. ഞാൻ ആ ഒറ്റ വാക്കിൻ്റെ മുമ്പിലാണ് ഞാൻ പിടിച്ചു നിന്നത്. ഒന്നുകിൽ അല്ലെങ്കിൽ ഞാൻ പുതുപ്പള്ളിയിലേക്ക് വന്നേനെ, ഇല്ലെങ്കിൽ ഞാൻ ആലുവായിക്ക് പോയേനെ. പക്ഷെ പിടിച്ചു നിന്നോട് നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, പിറ്റേ വർഷം 25 പേരെ ഞാൻ സ്നാനപ്പെടുത്തി. അടുത്ത വർഷം അവന് സോദരൻ 35 പേരെ സ്നാനപ്പെടുത്താൻ കർത്താവ് കൃപ നൽകി. ഒരു വലിയ ബ്രേക്ക് ത്രൂ ദൈവം അയക്കാനിടയായി. ഇന്ന് രാത്രി ഞാൻ അഭിഷേക്തന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി നീ ഇട്ടേച്ച് പോകരുത്. പിടിച്ചു നിൽക്കുന്നെങ്കിൽ ദൈവപ്രവൃത്തി അയക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തില് ഞാനത് മാറിപ്പോയിരുന്നെങ്കിൽ പല സഭകൾ എനിക്കിരിക്കാമായിരുന്നെങ്കിലും ഇവിടെ വലിയ വേലകളൊന്നും തുടങ്ങാൻ പറ്റത്തില്ലായിരുന്നു. സ്വതന്ത്രം. എൻ്റെ ലീഡർഷിപ്പ് തെളിയിക്കാൻ പറ്റിയ സ്ഥലം ചങ്ങനാശ്ശേരിയായിരുന്നു. പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടപ്പോൾ അവിടെ വലിയ ദൈവപ്രവൃത്തി ഉണ്ടായി. ഇന്ന് രാത്രി ആത്മാ വിളിച്ചു പറയുന്നു, നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ നീ പിടിച്ചു നിൽക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിരല് ചൂണ്ടിയവരുടെ നടുവിൽ അത്ഭുതം കൂറുമാറ് ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി വെളിപ്പെടുത്താൻ പോകുകയാണ്. ഓ ജൂഡാരവാല ഹതുനാരബഷിയാദല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തില് ഗ്ലോറി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഓർത്തോണം, യേശു പരാജയപ്പെട്ടിടത്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും യേശുവിന് ചെയ്യാൻ കഴിയാത്തത് പത്രോസിനെ കൊണ്ട് ദൈവം ചെയ്യിച്ചെങ്കിൽ ഇന്ന് രാത്രി ഓർത്തോണം, ചില പിതാക്കന്മാർ ചെയ്യാൻ കഴിയാത്ത ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോകുക. ചില പിതാക്കന്മാർക്ക് ചെയ്യാൻ കഴിയാത്ത ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോകുക. ചില സീനിയേഴ്സിനെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയാത്ത ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തില്. ഓ റബാല ഹദനരഗദസിയാദല. ലോ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഓ യേശുവിന്റെ നാമത്തില് അതിന്റെ പകർച്ചയുടെ വ്യാപാരം വെളിപ്പെടുകയാ. Glory. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സീനിയേഴ്സിനെ തൊടാൻ കഴിയാത്തത് ദൈവം നിന്നെ കൊണ്ട് തൊടിയിക്കാൻ പോകുക. ലീഡേഴ്സ് തൊടാത്ത ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോകുക. യേശു ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടി ശക്തിയോടെ പ്രയോജനപ്പെടാൻ കഴിയുന്ന ചിലതിനെ ദൈവാത്മാവ് ഇതിന്റെ നടുവിൽ വാർത്തെടുക്കാൻ പോകുക. യേശുവിന്റെ നാമത്തില് യേശുവിൻ നാമത്തിൽ അതിന്റെ പകർച്ചയുടെ വ്യാപാരം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുകയാ. Glory, hallelujah, hallelujah. Glory, Ramanaradalanesham.
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഇതുവരെയുള്ള നിന്റെ പരാജയത്തെ ഞാൻ മാറ്റാൻ പോകുക. പത്രോസേ, നിന്റെ പരാജയത്തെ ഞാൻ മാറ്റാൻ പോകുക. ശിഷ്യന്മാരെ, നിന്റെ പരാജയത്തെ ഞാൻ മാറ്റാൻ പോകുക. യേശുവിന് നിന്റെ ബലഹീനത ഞാൻ മാറ്റാൻ പോകുക. നിന്റെ ബലഹീനത ഞാൻ മാറ്റാൻ പോകുക. നിന്റെ ചില ബലഹീനതകൾ നിന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ഇനി നീ പരാജയപ്പെടുമോ എന്നൊരു ചിന്ത നിന്റെ മനസ്സിനകത്ത് വരുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ആത്മാ പറയും, ഇതുവരെയുള്ള പരാജയമല്ല വിഷയം. നിന്റെ പരാജയം മറക്കത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുകയാണ്. നിന്റെ പരാജയത്തെ ഞാൻ മറക്കത്തക്ക നിലയിൽ, പരാജയം ആരെയും ചൂണ്ടാത്ത നിലയിൽ. ഓ, ഓ, ശരലലലമശ്യാദല. ശ്രദ്ധിക്കുമ്പം ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പി. സ്തോത്രം. അപ്പം കൂടുതൽ ദൈവശക്തി വേണം, അല്ലേ? യോഹന്നാൻ 20:22 വായിച്ചു നോക്കിയേ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിട്ട്. 20:22 എന്താണ്? അവരുടെ മേൽ ഊതി, യേശു ഊതിയതാ. പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളാൻ പറഞ്ഞു, അല്ലേ? എല്ലാവരും പരിശുദ്ധാത്മാ സ്നാനം പ്രാപിച്ച എന്നാന്ന് ചോദിച്ചാൽ വേദോസ്തനത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്ന അന്യഭാഷ പറഞ്ഞതാണ്, അല്ലേ? എല്ലാ പാസ്റ്റർമാർക്കും വിശ്വാസികൾക്കും അറിയാവുന്ന പരിശുദ്ധാത്മ അന്യഭാഷ എന്താ പറഞ്ഞ അറിയത്തില്ലേ? ഞാൻ ഇന്ന നാളിൽ അന്യഭാഷ പറഞ്ഞു തുടങ്ങി, അല്ലേ? സ്തോത്രം. ഇവിടെ 20:22 കർത്താവ് ഊതിയതാ. ഊതിയപ്പം കിട്ടിയതല്ലേ? കിട്ടിയിട്ട് പിന്നെ പറയാ, വീണ്ടും എന്ത് ചെയ്യണം? വീണ്ടും കാത്തിരിക്കണം. നമ്മൾ കാത്തിരിക്കാത്തതിൻ്റെ കാര്യം പണ്ട് ഊതിയതാണെന്നുള്ളത് കർത്താവിന് അറിയാമല്ലോ എന്നും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നേ? ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയുന്ന ഉപദേശിമാരുമുണ്ട്. കൂടെ കൂടൊന്നും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അന്യഭാഷയൊന്നും പറയേണ്ട, ഉപസിക്കണ്ട എന്നൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ട്. സ്തോത്രം, അല്ലേ? അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴെന്തോ കർത്താവ് പറഞ്ഞെന്നറിയാമോ? ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം എന്ത് ചെയ്തോണമെന്നാ? കാത്തിരുന്നോണം എന്ന് പറഞ്ഞാൽ ഊതിയതൊക്കെ ശരിയാണേലും അതുകൊണ്ട് പറ്റത്തില്ല. സ്തോത്രം, അല്ലേ? ഇന്നലെ വൈകിട്ട് ആഹാരം കഴിച്ചതല്ലേ? കഴിച്ചില്ലായിരുന്നു? കഴിച്ച പുറപ്പാടൊന്നും കാണുന്നില്ലല്ലോ. ഇന്നലെ വൈകിട്ട് ആഹാരം കഴിച്ചത് ഇപ്പം യോഗം കഴിഞ്ഞാലും ആഹാരം കഴിക്കും. ഇന്നലെ കഴിച്ചെന്ന് പറഞ്ഞ് ഇന്ന് ആരെങ്കിലും കഴിക്കാതിരിക്കുന്നവരുണ്ടോ? സ്തോത്രം. ആണോ? അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും ജീവിക്കാനുള്ള ദൈവകൃപ വേണ്ടേ? വേണ്ടേ? വേണ്ടേ?
ഒന്ന് സ്തോത്രം ചെയ്താട്ടെ, ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി വളരെ ലളിതമായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വളരെ ഉപേക്ഷയായിട്ട് വിചാരിച്ച ആരും ഉണ്ടല്ലോ. ഞാൻ പരിശുദ്ധാത്മസ്നാനം ഒക്കെ പ്രാപിച്ചതാണ്. കടുക് പൊട്ടിക്കുന്നതിൽ ഒന്നും അന്യഭാഷയൊക്കെ ഇനി യോഗത്തിന് പറയുന്നുണ്ടെന്നും പറഞ്ഞേച്ച് ഒരു ഉഴപ്പം പരിപാടിയിൽ ഇരുന്ന പരിപാടി നടക്കത്തില്ല. ഈ തലമുറയിൽ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മുഴങ്കാല് മടക്കാൻ റെഡിയാണോ? ഒരു പുതുക്കത്തിന്റെ ശക്തി ദൈവം അയക്കാൻ പോവുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. പൗലോസ് അങ്ങനല്ലേ? പ്രവൃത്തി 9:17 എന്താണ്? പരിശുദ്ധാത്മ പൂർണ്ണനായതാ. പരിശുദ്ധാത്മ. എന്നിട്ട് 9:22 ഒന്ന് വായിച്ചു. 9:22 പ്രവൃത്തി 9:22 ഒന്ന് വായിച്ചു നോക്കി. ശൗലോ മേൽക്കുമേൽ എന്ത് ചെയ്തു? ശക്തി പ്രാപിച്ചു. സ്തോത്രം. ശൗലോ മേൽക്കുമേൽ. അപ്പൊ എല്ലാവർക്കും എന്താ വേണം? മേൽക്കുമേൽ വേണ്ട ശക്തി വേണ്ടേ? ഹലോ, വേണ്ടേ? വേണം. മേൽക്കുമേൽ വേണ്ട ദൈവശക്തി. സ്തോത്രം. മേൽക്കുമേൽ ദൈവശക്തി വേണ്ടേ? യേശുവിന്റെ നാമത്തിൽ പണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതുകൊണ്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക. ഓടാവുന്നിടത്തോളം ഓടട്ടെന്ന് വിചാരിച്ച് അങ്ങ് പോവുക. ഇന്ന് രാത്രി അങ്ങനെ പറ്റത്തില്ല. ഇന്ന് രാത്രി ശക്തി പ്രാപിച്ചവരെ ദൈവത്തിന് ആവശ്യം. സ്തോത്രം ചെയ്താട്ടെ. ഓ നബല ഹദനരഗദലഗ ശംദനാരബസിയ. അതുകൊണ്ടല്ലേ എഫേസ്യ ലേഖനം 3-19 എന്താ ചോദിച്ചേക്കുന്നത്? ദൈവത്തിന്റെ എല്ലാ നിറവിനോളം. അല്പമാണോ ചോദിച്ചേക്കുന്നത്? അല്പമല്ല. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം. അങ്ങനെയാണെങ്കിൽ അകത്തൊരാഗ്രഹം വേണ്ടേ? അകത്തൊരാഗ്രഹം വേണ്ടേ? ആഗ്രഹം ഉണ്ടോ അകത്ത്? ഇന്ന് രാത്രി അകത്ത് ആഗ്രഹം ഉണ്ടാകാനായിട്ടാ ഇന്ന് രാത്രി ഈ വാക്യമൊക്കെ ഞാനത് വായിപ്പിക്കുന്നത് കേട്ടോ. സ്തോത്രം ചെയ്താണ് യേശുവിന്റെ നാമത്തിൽ. ചിലക്കകത്ത് ആഗ്രഹം ഉണ്ടെങ്കിലും വേണമെന്ന് സംശയമുള്ളവർ കണ്ടേക്കാം. ഇന്ന് രാത്രി ആ പരിശുദ്ധാത്മാ പറയുകയാണ്, ആ വേലി സ്തോത്രം എന്തുവെന്നറിയാമോ? ഒരു വലിയ ആഗ്രഹം വേണം. അകത്തൊരു വലിയ ആഗ്രഹം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൂടുതൽ വേണോ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ എന്താണെന്നറിയാമോ? ആമേൻ, സ്തോത്രം. താൽക്കാലികമായിരിക്കുന്ന ഒരു അനോയിന്റിങ് അവൻ സ്തോത്രം കർത്താവ് മനസ്സിലാക്കി ഇവരുടെ മേലുണ്ട് കേട്ടോ. താൽക്കാലികമായിരിക്കുന്ന ഒരു ടെമ്പററി അനോയിന്റിങ് കൊടുത്തോ ഇല്ലേ? ലൂക്കോസ് 10 കൊടുത്തിട്ടുണ്ട് ശിഷ്യന്മാർക്ക് ഇല്ലേ? രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി ഇല്ലേ? സ്തോത്രം. ടെമ്പററി ആയിട്ടുള്ള ഒരു അനോയിന്റിങ് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ശിഷ്യന്മാർ കൊടുത്തതാ. പക്ഷെ അവസാനം പറയുക, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുമ്പോഴും നഗരത്തിൽ പാർപ്പി. സ്തോത്രം. താൽക്കാലിക അഭിഷേകം കൊണ്ട് ഒരു കാര്യം കർത്താവിന് മനസ്സിലാക്കി, ഇവർക്ക് വിജയിക്കാൻ പറ്റില്ല. ഇവര് പലരും പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് നിലനിൽക്കുന്ന ഒരു അഭിഷേകത്തിന് വേണ്ടി ഇവര് കാത്തിരുന്നേ പറ്റത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ അത് കൊടുത്തേ ഞാൻ ഇവരെ പുറത്തേക്ക് അയക്കത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ താൽക്കാലികമായ അഭിഷേകമല്ല, നിലനിൽക്കുന്ന ഒരു അഭിഷേകം. Glory, hallelujah, hallelujah. Praise the Lord, praise the Lord. Praise the Lord. രാത്രി അവരങ്ങനെ കാത്തിരുന്നപ്പോഴല്ലേ ആ പെന്തക്കോസിലേക്ക് വന്നത് അല്ലേ? എന്താ നമ്മൾ പെന്തക്കോസിനെ കുറിച്ച് കേട്ടില്ല? എന്തായിരുന്നു? ദൈവം ഇറങ്ങി വരുന്ന ദിവസമാണ് അതല്ലേ? സീനായിൽ ദൈവം എന്ത് ചെയ്തു? ഇറങ്ങി വന്നെന്ന് പറഞ്ഞ ദൈവമക്കളെ കാണാൻ കണ്ടുമുട്ടിയ ദിവസമാണ് ഏത്? പെന്തക്കോസ് എന്ന് പറയുന്നത്. സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി ഒരു കാര്യം ഓർത്തോണം, ദൈവം ഇറങ്ങി വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി?
കാത്തിരുന്നാൽ മതി. മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ പ്രത്യേക വെളിപ്പാട് അത് ശക്തിയോടെ ദൈവം വെളിപ്പെട്ടു വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്നെങ്കിൽ ദൈവം ഇറങ്ങി വരാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, അവൻ കാത്തിരിക്കുന്ന തന്റെ ജനത്തിന്റെ മേൽ ദൈവം ഇറങ്ങി വരാൻ പോകുകയാ. ദൈവം എങ്ങനെയാണ് ഇറങ്ങി വരുന്നത് അറിയാമോ? അവർ തീ പോലെ ഇറങ്ങി വരാൻ പോകുകയാ. അവൻ പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ അവൻ ഇറങ്ങി വരാൻ പോകുകയാ. കൊച്ചൊന്ന് രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ വേഗത്തിൽ മുന്നോട്ട് വരാൻ പോകുകയാ. ദൈവം ഇറങ്ങി വരുന്ന ദിവസമാണ് ശരിക്കും പരിശുദ്ധാത്മാവ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മ സ്നാനം നമ്മൾ പ്രാപിക്കുമ്പോൾ ദൈവം ശരിക്കും നേരിട്ട് നമ്മളിലേക്ക് എന്ത് ചെയ്യുക? ഇറങ്ങി വരിക. അത് ഇറങ്ങി വരണമെങ്കിൽ എന്താണെന്നറിയാമോ? പെന്തക്കോസ്തിന്റെ സ്റ്റെപ്പ് എന്താ നമ്മൾ ശ്രദ്ധിക്കണം. സ്റ്റെപ്പ് ഒന്ന്, അനുസരിക്കണം. അല്ലേ? അനുസരണമാണ്. പെന്തക്കോസ്തിലേക്കുള്ള യാത്രയിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അനുസരണമാണ്. സ്തോത്രം. അപ്പം ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ സ്പർശനം ഉണ്ടാകണമെങ്കിൽ അത് തുടങ്ങുന്നത് അനുസരണം കൊണ്ടേ തുടങ്ങത്തുള്ളൂ. ഒന്ന് സ്തോത്രം. വലിയ കാര്യമൊന്നുമില്ല, കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഓർത്തോണം, ഒബീഡിയൻസ് ഈസ് ദ ബർത്ത് മാർക്ക് ഓഫ് ദ ഗോഡ്സ് ചിൽഡ്രൻ. അവൻ ദൈവത്തിന്റെ ജനത്തിന്റെ ജന്മമായ മുദ്ര എന്ന് പറയുന്നത് അനുസരണമാണ്. യേശുവിന്റെ നാമത്തിൽ അനുസരിക്കാൻ റെഡിയാണോ? ദൈവം തന്റെ ആത്മാവിനെ അയക്കാൻ പോകുകയാ. ഗ്ലോറി ബാല ഹദനരവശിയാദല. ഇവിടെ എന്തുവാ സംഭവിച്ചെന്നറിയാമോ? അവൻ ദൈവത്തിന്റെ ദാസന്മാർ 120 പേര് ശിഷ്യന്മാരെന്നറിയാമോ? അവൻ മർക്കോസിന്റെ മാളിക മുറിയിൽ ദൈവം പറഞ്ഞത് അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പെന്തക്കോസ്തിലേക്ക് യാത്ര തുടങ്ങുകയായിരുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാൻ ഈ പെന്തക്കോസ്ത് അനുഭവത്തിലേക്കുള്ള യാത്രയിലാണ്. ഞാൻ ദൈവത്തെ കാണാൻ പോകുകയാണ്. യേശു എന്നെ കാണാൻ പോകുകയാ. ഞാൻ ദൈവത്തെ കാണാൻ പോകുകയാണെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? അതിന് ഒന്നാമത്തെ കാര്യം അനുസരണമാണ്. ഇതൊരു കൽപ്പനയാണെന്നുള്ള ഉറപ്പിൽ ഈ ഹോരേബിൽ വന്നിട്ടുള്ള തന്റെ ജനത്തെ ദൈവം വെറുതെ അയക്കത്തില്ല. ഒരു പെന്തക്കോസ്തോടുകൂടെ മാത്രമേ ദൈവം അയക്കൂ എന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാ. യേശുവിന്റെ നാമത്തില് ഹോരേബ് ക്രിസ്ത്യൻ അസംബ്ലീസ് ഗോഡില് ഒരു അനദർ പെന്തക്കോസ് ദൈവം ആരംഭിക്കാൻ പോകുകയാണ്. മറ്റൊരു പെന്തക്കോസ് ഇവിടെ ദൈവം ആരംഭിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? മറ്റൊരു പെന്തക്കോസ് ദൈവം ഇവിടെ ആരംഭിക്കുവാനായി പോകുകയാ. Glory, hallelujah, hallelujah, hallelujah. ഇന്ന് രാത്രി എല്ലാവരും ഓർത്തോണം, ഇവിടെ ഒരു അനദർ പെന്തക്കോസിന്റെ തുടക്കം ദൈവാത്മാവ് കുറിക്കാൻ പോകുകയാ. അതിന്റെ യാത്രയ്ക്കകത്തേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാ. ഇന്ന് രാത്രി ഉറച്ചു വിശ്വസിച്ചോണം, ഇതാ അനദർ പെന്തക്കോസ്, മറ്റൊരു പെന്തക്കോസ് ഇതാ ഹോരേബ് ക്രിസ്ത്യൻ അസംബ്ലിയിൽ ദൈവം ഇത് അയക്കാൻ പോകുകയാ. Glory, hallelujah. Praise the Lord. അനുസരണം എവിടെല്ലാം നടന്നിട്ടുണ്ടോ അവിടെല്ലാം അനുഗ്രഹം നടന്നിട്ടുണ്ട്. ആരെല്ലാം അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടോ അവിടെല്ലാം അനന്തര ഫലങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവം പറയുന്നത് അതുപോലെ അനുസരിക്കാൻ നമ്മൾ റെഡിയാണെങ്കിൽ ഓർത്തോണം, അത് പെന്തക്കോസിലേക്കുള്ള ഒരു യാത്ര തന്നെയാണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന അഭിഷിക്തന്മാരെ, എന്റെ ജ്യേഷ്ഠന്മാരെ, എന്റെ അനുജന്മാരെ, അനുജത്തിമാരെ, ഒരു കാര്യം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ ഒരു പെന്തക്കോസിന്റേക്കുള്ള യാത്രയുടെ തുടക്കത്തിൽ വന്നിരിക്കുകയാ. അതിനൊറ്റ കാര്യം, ഒരു അനുസരണമാണ്. സ്തോത്രം. അനുസരണം ആരോടുള്ള അനുസരണം? ദൈവത്തോടുള്ള അനുസരണമാണ്.
ദൈവത്തോട്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്, അല്ലേ? പ്രാർത്ഥന. സ്തോത്രം. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷ്യം വഹിച്ച എത്ര പേരായിരുന്നു? പ്രത്യക്ഷപ്പെട്ടത് എത്ര പേർക്കായിരുന്നു? 500 പേർക്കായിരുന്നു, അല്ലേ? അല്ലായിരുന്നോ? പക്ഷെ പ്രാർത്ഥനാ മുറിയിൽ എത്ര പേരുണ്ട്? ഹലോ, പ്രാർത്ഥനാ മുറി 120 ഉള്ളൂ. പ്രത്യക്ഷപ്പെട്ടത് 500 പേർക്കാ. ആ 500 പേരും പ്രാർത്ഥനാ മുറി വന്നില്ല. പ്രാർത്ഥനാ മുറി വന്ന് 120 പേരാ. 120 പേരുടെ മേലാണ് ദൈവം തന്റെ ആത്മാവിനെ പകരുന്നത്, അല്ലാതെ പുറത്തു നിന്ന് 500 പേരുടെ മേലല്ല. പ്രാർത്ഥനാ മുറിയിൽ വന്ന 120 പേരുടെ മേലാണ് പരിശുദ്ധാത്മാവിനെ ദൈവം പകർന്നത്. ഒന്ന് സ്തോത്രം ചെയ്താണ് യേശുവിന്റെ നാമത്തിൽ. അവൻ മറ്റൊരു പെന്തക്കോസിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആര് പ്രാർത്ഥിക്കാൻ റെഡിയാണോ അവർക്കാണ് ദൈവത്തെ കാണാൻ കഴിയുന്നത്. Glory to God. Hallelujah. Praise the Lord. യേശുവിന്റെ നാമത്തിൽ രാത്രി ദൈവത്തിന്റെ ദൈവമക്കളെ, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന തൻ്റെ ജനത്തിനാ ഈ ദൈവശക്തി എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. സ്തോത്രം. അല്ല, കർത്താവിനെ കണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടെന്നൊക്കെ പറയാൻ നല്ല സാക്ഷ്യം പറഞ്ഞു വരാം. അതല്ല ഇവിടെ വിഷയം. പെന്തക്കോസിന്റെ സാക്ഷികൾ എന്ന് പറയുന്നത് 120 പേരാ. 120. അവരിവിടെ അറിയാം, പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നവരാ, പുറത്തു നിന്നവരല്ല, അകത്തിരുന്നവരാ. ഒന്ന് സ്തോത്രം ചെയ്താടെ യേശുവിന്റെ നാമത്തിൽ. ഒന്ന് സ്തോത്രം ചെയ്താടെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ആര് അഭയം പ്രാപിക്കുന്നോ അവരുടെ മേൽ ദൈവത്തിന്റെ കൃപ ധാരാളമായി പെയ്തിറങ്ങാനിടയായി തീരും യേശുവിന്റെ നാമത്തിൽ. ഒരു കാര്യം ഞാനിവിടെ പറയുകയാണ്, വിദ്യാഭ്യാസത്തിൽ ആശ്രയിക്കുന്നവർക്ക് എന്താ, ഒരു അധ്യാപകന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? പണത്തിൽ ആശ്രയിക്കുന്നവർക്ക് പണത്തിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനുഷ്യനിൽ ആശ്രയിക്കുന്നവർക്ക് ആ മനുഷ്യന് എന്ത് ചെയ്യാൻ കഴിയുമോ അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കഴിവുകളിൽ പ്രശംസിക്കുന്നവർക്ക് നമ്മുടെ കഴിവ് താലന്തുകൾ എന്തുണ്ടോ അതിന് പറ്റിയത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെങ്കിൽ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ പോകുകയാണ്. Glory, hallelujah, hallelujah. നാം ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ, നാം മുഴങ്കാലും അടയ്ക്കുന്നെങ്കിൽ, ഒരു കാര്യം ഓർത്തോണം, ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ എന്നെ കൊണ്ട് നിന്നെ കൊണ്ട് ദൈവത്തിന് ചെയ്യിക്കാനായിട്ട് കഴിയും. യേശുവിന്റെ നാമത്തിൽ കരങ്ങൾ അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. Glory, hallelujah, hallelujah. Praise the Lord. പ്രസംഗിക്കുന്ന എനിക്കോ പാസ്റ്റർ റെജി റൈസനൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടും പണം കൊണ്ടും ഞങ്ങളുടെ താലന്തുകൾ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാത്ത വൻ കാര്യങ്ങൾ ഈ തലമുറയിൽ ഈ ദൈവവൃത്യന്മാരെ കൊണ്ട് ചെയ്യിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പ്രാർത്ഥനാ മുറിയിൽ 7, 21, 40 ഇരുന്ന വർഷങ്ങളുണ്ട്. പ്രായാധിക്യ നിമിത്തം, ശരീരത്തിന്റെ ക്ഷീണം നിമിത്തം ഉപവസിക്കാൻ കഴിയുന്നില്ലെങ്കിലും പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന നിമിഷങ്ങൾ ദൈവം നന്നായി കണക്കിട്ടിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ വലിയ വൻപൻ സഭകളുടെ പാസ്റ്റർമാരായിട്ട് ഇരുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ അവൻ ഒറ്റ കാര്യം പറയാൻ കഴിയും, അവർ ദൈവം മുൻപാകെ കമണ് വീണത് കൊണ്ടാണ് ദൈവം വൻകാര്യങ്ങൾ ചെയ്യിക്കുവാനിടയായത്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവം നിന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കണമെങ്കിൽ പ്രാർത്ഥനയിൽ മുഴങ്കാലും അടക്കൂ. ദൈവം വൻകാര്യങ്ങൾ ചെയ്യാൻ പോകുകയാ.
ചുടരബല ഹദന രഗദലഗ ശബ്ദനരവസ്യ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Glory, hallelujah, hallelujah. Judara hadana redala handana regadasiyadala. Oh, glory, glory. Oh, shadara la la la. Judara jala 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 degara gadasiyadala. Judara jala hadana regadala gasiyadala. പ്രാർത്ഥനാശീലമുള്ള ചിലരെ, ചില പ്രാർത്ഥനാ വീരന്മാരെ, പ്രാർത്ഥനാ സ്വഭാവമുള്ള ചിലരെ ദൈവം ഈ തലമുറയിൽ എഴുന്നേൽപ്പിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിലയിൽ പ്രാർത്ഥനാ സ്വഭാവമുള്ള ചിലരെ ഈ തലമുറയിൽ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. ചുടരാല ഹന്തനാരജല ഹതനരദല ഗശ്യാദല. Praise the Lord. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പത്രോസ് ഇതുവരെ എടുത്ത ആയുധം എന്ന് പറയുന്നത് വാളൊക്കെ എടുത്ത പാർട്ടിയാണ്. പക്ഷെ റോയ് പാസ്റ്റർ പെന്തക്കോസ് കഴിഞ്ഞപ്പം ഇവൻ ഇതുവരെ വാളൊന്നും എടുത്തിട്ടില്ല. ഇവൻ മുഴങ്കാൽമേൽ നിൽക്കാൻ പഠിച്ചു. 3-ാം അധ്യായത്തിൽ മുഴങ്കാൽമേൽ നിൽക്കാൻ പഠിച്ചു. 4-ാം അധ്യായത്തിൽ മുഴങ്കാൽമേൽ നിൽക്കാൻ പഠിച്ചു. ദൈവസഭയെ നയിച്ചത് മുഴുവൻ പ്രാർത്ഥനാ സ്വഭാവമുള്ളവനായിട്ടാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന അഭിഷിക്തന്മാരുടെ മേൽ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുന്ന ചിലരെ ഓ ജൂഡാമാന ഹദര ഹന്തനാരവശിയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Glory. Praise the Lord. രാത്രി നമ്മളിങ്ങനെ ചിന്തിക്കുക. പെന്തക്കോസ്തിലേക്കുള്ള 2 സ്റ്റെപ്പ്. ഒന്ന് അനുസരണമാണ്, 2 പ്രാർത്ഥനയാണ്. 2 പ്രാർത്ഥന. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു കാര്യം കൂടെ പ്രധാനമായിട്ട് ഓർപ്പിക്കാൻ പോവുകയാണ്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? പ്രവൃത്തി 1:4 വാക്യവും 5 വാക്യവും വായിക്കുമ്പോഴും എന്താ വായിക്കുന്നത്? എന്താണ്? പ്രവൃത്തി 1:4 കൂടിയിരിക്കുമ്പോൾ അവരോട് യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ മതി. ഞാൻ പറഞ്ഞില്ല, ഇതൊരു കമാൻഡാ. കാത്തിരിക്കണം. Don't leave Jerusalem without a gift. ഈ ദാനം കൂടാതെ നീ യെരൂശലേം വിടരുത്. ഇന്നലെ രാവിലെ ഇതിനകത്ത് വന്നത് എന്തിനാ? കണ്ടേച്ചു പോകാനല്ല, നോട്ട് എഴുതിയിട്ട് പോകാനല്ല, കാണാനല്ല, എങ്ങനെയുണ്ടെന്ന് പുറത്തുപോയി പറയാനല്ല. ഇന്ന് രാത്രി ദാനം പ്രാപിച്ചേ പോകാവൂ. സ്തോത്രം, സ്തോത്രം. Don't leave a Gorev Christian assembly without a gift. ദാനം കൂടാതെ ഇവിടെ വിട്ടുപോകാൻ പറ്റില്ല. ഇവിടെ നിന്ന് പ്രാപിച്ചുകൊണ്ടേ പോകാവൂ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്ന് രാത്രി നമ്മുടെ ജാഗരണം കൂടട്ടെ. ഇന്ന് രാത്രി പ്രാർത്ഥന കൂടട്ടെ. ഞാൻ വെറുതെ പോകത്തില്ല. Glory to God, Jesus. യേശുവിന്റെ നാമത്തിൽ ഇവിടെ വിട്ടു പോകുന്നതിന് മുൻപ് നീ ചിലത് പ്രാപിച്ചോണ്ടേ പോകാവൂ.
പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാതെ നീ ഇവിടെ വിട്ടുപോയേക്കരുത്. പെന്തക്കോസ്തിന്റെ അനുഭവം ഇല്ലാതെ ഇവിടെ വിട്ടേച്ച് പോയേക്കരുത്. ചിലത് പ്രാപിക്കാതെ നീ വെറുതെ പോയേക്കരുത്. ദൈവം ചില നിന്റെ മേൽ തരാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ റബല ഹദന റദല ഹംദന രഗദസിയ, യേശുവിന്റെ നാമത്തിൽ. ഗ്ലോറി. ഓ രാജ ഹദാര ഹദര ലഗശിയാദല, ഗ്ലോറി ബല ഹദന രഗദല ഗശംദന രഗദല ഗശിയാദല. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ BTH സർട്ടിഫിക്കറ്റും വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. നിന്റെ 3 വർഷത്തെ ട്രെയിനിങ്ങും വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ഏത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഇവിടം വിട്ടു പോകണമെങ്കിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് മാത്രമേ നീ പോകാവൂ. ഇവിടുന്ന് പ്രാപിക്കുന്ന ശക്തി കൊണ്ട് മാത്രമേ നീ പോകാവൂ. അല്ലാതെ നീ സാധാരണക്കാരനെ പോലെ ഓടിപ്പോകാൻ പറ്റത്തില്ല. അതിനല്ല ദൈവം നിന്നെ ഇവിടെ വിളിച്ചിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ സാധാരണക്കാരനെ പോലെ പോകാനല്ല, ഒരു അസാധാരണക്കാരനെ പോലെ പോകാൻ ഇതാ ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാ. ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എന്തായിരിക്കും അത്ര തറപ്പിച്ചു പറയാൻ കാണും അല്ലേ? തറപ്പിച്ചല്ലേ പറഞ്ഞേ? അല്ലേ? തറപ്പിച്ചല്ലേ പറഞ്ഞേ? സ്തോത്രം. ഇന്ന് രാത്രി എനിക്ക് തറപ്പിച്ച് പറയാനുള്ള നിയോഗം യേശു അന്ന് പറഞ്ഞത് കൊണ്ടാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ചിന്തിക്കുന്നത് എന്നാന്നറിയാമോ കുരുവിള പാസ്റ്റേ, ഇവർക്കറിയത്തില്ല ഇവരുടെ ദൗത്യത്തിന്റെ വലിപ്പം ഇവർക്കറിയത്തില്ല. സ്തോത്രം. ദൗത്യത്തിന്റെ വലിപ്പം അറിഞ്ഞെങ്കിലേ കാത്തിരിക്കത്തുള്ളൂ. സ്തോത്രം ചെയ്തോട്ടെ. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ യഹൂദന്മാരുടെ ഇടയിലാണ് പ്രധാനമായി ശുശ്രൂഷിച്ചത്. പക്ഷെ ഞാൻ നിങ്ങളെ അയക്കാൻ പോകുന്നത് യഹൂദന്മാരുടെ ഇടയിലല്ല, സകല ജാതികളെ ശിഷ്യരാക്കാനുള്ള ഒരു വലിയ ദൗത്യമാ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. യേശുവിന്റെ നാമത്തില് സകല ജാതികളെ ശിഷ്യരാക്കാനുള്ള ഒരു ദൗത്യം ഞാൻ നിങ്ങളുടെ മേൽ ഏൽപ്പിച്ചിരിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തില് ഇന്ന് രാത്രി തിരിച്ചറിയണം, എന്റെ മേലും നിന്റെ മേലുമുള്ള ദൗത്യം തിരിച്ചറിയണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ ദൗത്യം തിരിച്ചറിഞ്ഞാൽ നീ വെറുതെ പോകത്തില്ല. ഒരു ഉണക്ക ഉപദേശിയായിട്ട് 75-ാമത്തെ വയസ്സിലും പര്യവസാനിക്കാനാണ് നിന്റെ പരിപാടിയെങ്കിൽ ഇപ്പം പോകുന്നത് പോലെ അങ്ങ് പോയച്ചാ മതി. പക്ഷേ അതിനപ്പുറത്ത് ചില ജാതികളെ ശിഷ്യന്മാരാക്കാൻ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില വലിയ സഭകൾ നിന്നെ കൊണ്ട് പണിയിക്കാൻ, യേശുവിൻ ചില രോഗികളെ സൗഖ്യമാക്കാൻ, ഓ യേശുവിന്റെ നാമത്തിൽ ചില സ്ഥലങ്ങൾ ക്ലോസ് ചെയ്യത്തക്ക നിന്നെ കൊണ്ടുപോകാൻ
ദൈവത്തിന് വലിയ പരിപാടി ഉണ്ടെങ്കിൽ ഇപ്പൊ പോകുന്നത് പോലെ പോകാൻ പറ്റില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇതാ ദൈവം നിന്റെ മേൽ, ഇതാ ദൈവം നിന്റെ മേൽ ഒരു അഭിഷേകത്തിന്റെ ശക്തി അയക്കാൻ പോകുക. പത്രോസേ, ഇതുവരെ നീ ഒരു സ്ത്രീയുടെ മുമ്പിൽ നിന്നാ മതിയാണ്. 20 പേരുടെ മുമ്പിൽ നിന്നാ മതിയായിരുന്നു. പത്രോസേ, നിന്നെ ഇപ്പം ഞാൻ കണ്ടേക്കുന്നത് ആയിരങ്ങളുടെ മുമ്പിൽ നിൽക്കാനാ. ആയിരങ്ങളുടെ മുമ്പിൽ നിൽക്കാനാ ഞാൻ നിന്നെ കണ്ടേക്കുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 3000 പേര് രക്ഷിസ്ഥാനപ്പെട്ടെങ്കിൽ 10,000 കണക്കിന് ആൾക്കാർ കാണും. 10,000ങ്ങളുടെ മുമ്പിൽ നിൽക്കാനാ ഞാൻ നിന്നെ കണ്ടേക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ 20 പേരുടെ ബസ്റ്റായിട്ട് ഇരിക്കാനല്ല, 40 പേരുടെ ബസ്റ്റായിട്ട് ഇരിക്കാനല്ല, 40 പേരുടെ ബസ്റ്റായിട്ട് ഇരിക്കാനല്ല. ഓ ഷദറലലബ ഷിയദലലബ ഷിയദലലബ അബ്ദുറലബ ഷംദനലബ സിയദല ജുഡറബല ഹബ്ദുനറബ ഷിയദലലബ ഷിയ ഓ റമന ഹബ്ദുനറബ ഷിയദല. മാരകദാനക വേദികരംഗൻ കടക പരക ചരക പരക തിരക കടക പാരകദാനക മേരകദാനൻ അടിക കഴുതി കരിക പരക പരക കടക ചരക പരക മനകങ്കാരൻ ആടക രാജന മാരകദാനക വാദികരംഗര ധനകട പരതിക രംഗരദാനൻ പകരക്കാര ചാരമ്പാറൻ മേനം പരക തിരകടരകട രീകപ്പാറ അടിക രകട രകജപ്പരകമനാദിക രംഗരദാനക വാദികരംഗ മതിലുകളടിയട്ടെ, കോട്ടകൾ തകരട്ടെ. പോരിനായി കൈകളെയും യുദ്ധത്തിനായി വിരലുകളെയും അഭ്യസിപ്പിക്കട്ടെ. റൂഢവാറ മാനരാഗ ജാന പരുത രകടജാന ദൈവത്താൽ മതിലുകൾ ചാടിക്കടക്കട്ടെ, ചാടിക്കടക്കട്ടെ, ചാടിക്കടക്കട്ടെ.
പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലട്ടെ, പാഞ്ഞു ചെല്ലട്ടെ, പാഞ്ഞു ചെല്ലട്ടെ. കൂടാരാജ പാറങ്കാരൻ മാനങ്കാരൻ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലരുടെ മേൽ ചില അതിരുകളെ ഞാൻ വിശാലമാക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ അതിരുകളെ ഞാൻ വിശാലമാക്കാൻ പോവുകയാണ്. സഭയുടെ വർധനവിന് വ്യത്യാസം വരുത്താൻ പോവുകയാണ്. നിന്റെ ശുശ്രൂഷയുടെ അതിരുകളെ ഞാൻ മാറ്റാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നിന്റെ ദൗത്യത്തിന്റെ വലിപ്പം നിനക്കറിയത്തില്ല. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ നിനക്കറിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ അതുകൊണ്ട് നീ കാത്തിരുന്നേ പറ്റത്തുള്ളൂ. ചൂടാരബല ഹതനരബ ശംദനരബ സിയാദല. രാത്രി ഇത് മതിയെന്നും പറഞ്ഞൊന്നും ഇരിക്കാതെ, ഇതാ ഏറ്റവും വലിയ ക്ലൈമാക്സ് എന്ന് പറയാതെ, 40 പേരുടെ പാസ്റ്റാണ് ഏറ്റവും വലിയ ക്ലൈമാക്സ് എന്ന് പറയാതെ, ഇതിനപ്പുറത്തൊരു തലത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകാനായി പോകുക. നിന്റെ ശിശുവിന്റെ അതിരുകളെ ഞാൻ വിശാലമാക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ വലിയ സ്റ്റേജ് ഞാൻ നിന്റെ മുമ്പിൽ തുറക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ അത്തരത്തിലുള്ള ഉയരത്തിലെ ശക്തി ഇതാ ദൈവം നിന്റെ മേൽ അയക്കാൻ പോകുക. ഈ കമാൻഡ് പറയാൻ കാര്യം, റോയ് പാസ്റ്ററെ, രണ്ടാമത്തെ കാര്യം, ഇത് ഭയങ്കര ഹാർഡായിട്ടുള്ള കാര്യമാണ്, ഭയങ്കര കട്ടിയുള്ള കാര്യമാണ്. ഇവരാരുടെയൊക്കെ മുമ്പിൽ നിൽക്കുമെന്നുള്ളത് ഇവർക്കറിയത്തില്ല. പത്രോസേ, നീ ഇനി ആരുടെ മുമ്പിൽ നിൽക്കാൻ പോവാന്നറിയാമോ? സന്നദ്ധി സംഘത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടവനാ. നമ്മുടെ ഭാഷ പറഞ്ഞ സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇവനെ നിർത്താൻ പോകുക. ഇവനിത് അറിയത്തില്ല ഇവൻ ആരുടെ മുമ്പിൽ നിൽക്കണമെന്ന്. അതുകൊണ്ട് അവനോട് പറഞ്ഞ, നീ ഉയരത്തിന് ശക്തി പ്രാപിച്ചോണം. യേശുവിന്റെ നാമത്തിൽ സന്നദ്ധി സംഘത്തിന്റെ മുമ്പിൽ നിന്നപ്പോൾ എന്താ വന്നറിയാമോ? രജി പാസ്റ്ററെ വിളിച്ചില്ല, തോമസ് പാസ്റ്ററെ വിളിച്ചില്ല. പരിശുദ്ധാത്മാ പൂർണ്ണനായിട്ട് ആത്മാവിൽ നിറഞ്ഞ് അവനോട് മറുപടി പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഓർത്തോണം, നിന്റെ മുമ്പിലുള്ള വെല്ലുവിളി എന്താണെന്ന് നീ ശരിക്കറിഞ്ഞാലേ
നീ കൃപയ്ക്കായിട്ട് കാത്തിരിക്കത്തുള്ളൂ. യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തില് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില പ്രതിയോഗികൾ നിനക്കെതിരെ എഴുന്നേറ്റ് വരുമ്പോൾ, പ്രതിയോഗിയോട് പ്രതികാരം നടത്താനല്ല, പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തിയുടെ വ്യാപാരം ഇതാ ഞാൻ നിന്റെ മേൽ അയക്കാൻ പോകുക. ഈ ശക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് പ്രതിരോധ ശക്തിയാണ്. യേശുവിന്റെ നാമത്തിൽ ഉയരത്തിൽ നിന്ന് ശക്തി എന്തോ ശക്തിയാണെന്നറിയാമോ? നിന്നെ കുലിക്കാനുള്ള ശക്തിയല്ല, ചിലത് പറയിപ്പിക്കാനുള്ള ശക്തിയല്ല, പിന്നെയോ പ്രതിരോധിക്കാൻ കഴിയുന്ന ശക്തിയാണ്. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചില സഭയ്ക്കകത്ത് ചിലതിനെ പ്രതിരോധിക്കാൻ നിനക്ക് ഉയരത്തിലെ ശക്തിയാണ് വേണ്ടി, ഭരണഘടനയല്ല വേണ്ടിയത്, പ്രാദേശിക ഭരണ നിയമമല്ല. യേശുവിന്റെ നാമത്തിൽ ഉയരത്തിലെ ശക്തി ഉണ്ടെൽ ഇരിക്കേണ്ടവൻ അവിടെ ഇരുന്നോളൂ. സ്തോത്രം ചെയ്താണ് യേശുവിന്റെ നാമത്തിൽ. ഒരു സ്തോത്രം ചെയ്താണ് യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഓർത്തോണ്, മർക്കോസിന്റെ മാളിക മുറിയിൽ ഒരു വലിയ പകർച്ച ഉണ്ടായില്ലേ? വെറും പകർച്ചയല്ലായിരുന്നു കേട്ടോ, വെറും പകർച്ചയല്ല. ഇന്ന് രാത്രി ഇവിടെ പകർന്നുകൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി അന്നവിടെ ആരുടെയും തലയിൽ ആരാ കൈവച്ചത്? ആരും കൈവച്ചില്ല, പരിശുദ്ധാത്മാവ് കൈവച്ചു. ഇന്ന് രാത്രി പാസ്റ്റർ തോമസ് ഫിലിപ്പ് അല്ല, പാസ്റ്റർ റെജി വർഗീസ് അല്ല, പാസ്റ്റർ വിജയ അബ്രഹാം അല്ല കൈവയ്ക്കുന്നത്. ഇവിടെ പരിശുദ്ധാത്മാവ് കൈവച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ഇവിടെ കൈവച്ചുകൊണ്ടിരിക്കുക. ചിലതിന്റെ മേൽ ദൈവം ചിലത് പകർന്നുകൊണ്ടിരിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തില് ഉടരല ഹദന രജല ഹദന ലഗദശിയാദല. Glory. രാത്രി ഇവിടെ ചില കൈമാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ചില ട്രാൻസാക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ? ഇന്ന് രാത്രി ചില ട്രാൻസാക്ഷൻ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുക. തിരുത്തത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവ് ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് ഇതിന്റെ നടുവിൽ ചില കൈമാറ്റം ചെയ്യുക. ക്ഷീണം ഇല്ലല്ലേ? ക്ഷീണമുണ്ടോ? ക്ഷീണമുണ്ടോ? നമുക്ക് നിർത്താം. എന്നാലും ഒരു ഫിനിഷിങ്ങിന് കൊച്ചു കാര്യം കൂടെ പറഞ്ഞ് നിർത്തും. ഇന്ന് ഈ കൽപ്പനയുടെ കാര്യം എന്നാണെന്നറിയോ റോയ് പാസ്റ്റർ? സ്തോത്രം. എത്രത്തോളം ഇതിന് നീളം അറിയത്തില്ല, എത്ര വർഷങ്ങൾ നീണ്ടു നിൽക്കണമെന്ന് ഇവർക്കറിയത്തില്ല. സ്തോത്രം, 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 സ്തോത്രം അല്ലേ? തുടങ്ങാൻ ചെറിയ ശക്തി മതി. തുടങ്ങാൻ ഇത് യെരൂശലേമിൽ തുടങ്ങാനുള്ളതല്ല.
ഇവിടെ തുടങ്ങി ഇവിടെ ഉപേക്ഷിക്കാനുള്ളതല്ല. ഇതിവിടെ തുടങ്ങി റോമിൽ കൊണ്ടെത്തിക്കാനുള്ളതാ. സ്തോത്രം ചെയ്തോട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി തുടങ്ങാൻ ചെറിയ ശക്തി മതി കേട്ടോ, പക്ഷെ പൂർത്തീകരിക്കാൻ വലിയ ശക്തി വേണം. ഓ ആ പരിശുദ്ധാത്മാവിന്റെ രാത്രി വിളിച്ചു പറയുന്നു, തുടങ്ങാൻ ചെറുത് മതി. അങ്ങനെ ചില തുടങ്ങി പിന്നെ ഇട്ടേച്ചങ്ങ് പോവും. ഇടക്കിട്ടേച്ച് പോത്തില്ലേ? ഇടക്കിട്ടേച്ച് പോകാനാണോ? ചില തുടങ്ങി പൂർത്തീകരിക്കത്തില്ല. പൂർത്തീകരിക്കാൻ കഴിയാതെ നിൽക്കുന്ന ആ കെട്ടിന്ന് രാത്രി അടിയാൻ പോകുക. നീ ചിലത് തുടങ്ങി വെച്ച് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. ഇന്ന് രാത്രി ആ കെട്ടടിയാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ. ആ ആ Glory. യേശുവിന്റെ നാമത്തിൽ ഗ്ലോറി ബല ഹബ്ദനരഗദലഗ ശംദലാലബസ്യ. ഓ ഹല്ലേലൂയ. ഓ ശരലബല. യേശുവിന്റെ നാമത്തിൽ പലതും പൂർത്തീകരിക്കാൻ കഴിയാത്ത, തുടങ്ങുന്നു പൂർത്തീകരിക്കുന്നില്ല, ആരംഭം കുറിക്കുന്നു അതിന്റെ ഫലം കാണാൻ കഴിയുന്നില്ല, അതിന്റെ ക്ലൈമാക്സിലെത്താൻ കഴിയാതെ വർഷങ്ങളായി
വർഷങ്ങളായി നിന്നെ മടിപ്പിക്കുന്ന ചില അന്ധകാരത്തിന്റെ ശക്തികളെ, അതിന്റെ കോട്ടകളെ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ അതിന്റെ മേൽ ജയമെടുക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ആത്മാവ് വിളിച്ചു പറയുന്നു, നിർത്തിവെച്ചത് ചിലത് തുടങ്ങിക്കൂ. നീ മുടക്കി വെച്ചത് ചിലത് തുടങ്ങിക്കൂ. അവൻ പരാജയ ഭീതി നിമിത്തം വേണ്ടാന്ന് വെച്ച് തുടങ്ങിക്കൂ. ദൈവം നിന്റെ കൂടെ ഉണ്ട്. നീ ഫലം കാണാൻ പോകുകയാ. നീ ഫലം കാണാൻ പോകുകയാ. നീ അതിന്റെ ക്ലൈമാക്സ് കാണാൻ പോകുകയാ. റോയ് പാഷേ, പൗലോസ് എന്തെങ്കിലും വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യം ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഉപേക്ഷിച്ചിട്ടില്ല. ഒന്നും വേണ്ടെന്ന് വെച്ചിട്ടില്ല. അതിന്റെ കാര്യം എന്നതറിയാമോ? അത്രയ്ക്ക് വലിയ ദൈവശക്തി അവന്റെ മേൽ ആവരിച്ചത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഒരു വലിയ ബ്രേക്ക് ത്രൂ ദൈവം ചെയ്യാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിർത്തിവച്ചേക്കുന്ന ചിലത് അവൻ നീ തുടങ്ങാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ വേണ്ടാന്ന് വെച്ച് നീ തുടങ്ങാൻ പോകുകയാ. അതിന്റെ മേൽ അഭിഷേകത്തിന്റെ യാതൊരു ശക്തിയോടെ വെളിപ്പെടുക. രാത്രി ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. രാത്രി ഈ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് ചിലത് കൈമാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചില കൈമാറ്റങ്ങൾ കൈമാറിയവർക്കതറിയാം. അടുത്ത മീറ്റിംഗിൽ വരുമ്പോൾ നിങ്ങളത് പറയാൻ പോകുകയാണ്. ചില കൈമാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര പേർക്ക് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നു? യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ഈ മാളിക മുറിയിൽ കൃപാവരങ്ങളുടെ കൈമാറ്റം പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഒരു കൊച്ചു കാര്യം കൂടെ പറയാം. അടുത്ത ദിവസം നിങ്ങൾ കണ്ടില്ലെങ്കിലോ, ആമേൻ, പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിക്കും. ഒന്ന് വായിച്ച് വേഗം നമുക്ക് നിർത്താം. 2:11. ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പെന്തക്കോസ് ഇറങ്ങി വന്നപ്പം, ദൈവം ഇറങ്ങി വന്നപ്പം വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നല്ലോ എന്ന് കേട്ടു. വൻകാര്യങ്ങൾ പ്രസ്താവിക്കുക.
വർഷങ്ങളായി പ്രവചന ശബ്ദമില്ലാതിരുന്ന കാലത്ത് വർഷങ്ങളായി നിന്നുപോയ ചില പ്രവചനം ഇതാ അവർ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുക. യേശുവിന് സ്തോത്രം ചെയ്താണ്. യേശുവിന്റെ നാമത്തിൽ അവർ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നു എന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. സ്തോത്രം 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 എന്ന് പറഞ്ഞാൽ ഇവരിത് പറയുന്നത് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി അവരെ കുറിച്ചുള്ള ദൂത പറയുന്നത്, അവരെ കുറിച്ചുള്ള പ്രവചനം പറയുന്നെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞ പ്രാർത്ഥനയ്ക്കകത്ത് വന്നവരുടെ മേലുണ്ടല്ലോ കൃപാവരത്തിന്റെ പകർച്ച, ആ പ്രവചനത്തിന്റെ വരമുണ്ടല്ലോ, പ്രവചന വരം, അതങ്ങ് വെളിപ്പെടാൻ തുടങ്ങി യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇവിടെ ആത്മശക്തി വ്യാപരിക്കുമ്പോൾ നിന്നുപോയ ചില കൃപാവരങ്ങൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വല്യപ്പന്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചെറിയ പ്രവാചകന്മാരുടെ കാലത്ത് പ്രവചനമുണ്ടായിരുന്നെന്ന്. പക്ഷെ ചില വർഷങ്ങളായി പ്രവചന ശബ്ദമില്ല. പക്ഷെ ഇപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇവർ ചിലര് പറയുന്ന ദൈവത്തിന്റെ വൻകാര്യങ്ങളാ, പ്രവചനം പറയുക. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയാണെങ്കിൽ ആത്മശക്തി വ്യാപരിക്കുമ്പോൾ അവൻ നിന്നുപോയ ചില പ്രവചനങ്ങൾ തുടരാൻ പോകുകയാ. നഷ്ടപ്പെട്ടു പോയ കൃപാവരം ദൈവം മടക്കി തരാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ നഷ്ടപ്പെട്ടു പോയ കൃപാവരം ഗ്ലോറി ഹല്ലേലൂയ ഹല്ലേലൂയ ജുഡാരബല ഹദനരഗദലഗ ശംദനാരബസിയാദല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു കാര്യം ഓർത്തോണം, പള്ളി വരുന്നവരോട് ദൂത് പറയാനുണ്ട്. ഒരു ഞായറാഴ്ച വരുന്നയാണ്ട് രണ്ടാമത്തെ ആഴ്ച വരാതിരിക്കത്തില്ല. ഒരു സ്തോത്രം ചെയ്താട്ടെ, ഒരു സ്തോത്രം ചെയ്താട്ടെ. പള്ളിക്കകത്ത് ആള് കുറയത്തില്ല, കൂടത്തേ ഉള്ളൂ. ഇത് ഒരു ഞായറാഴ്ച പള്ളി വന്നാൽ പിന്നെ അടുത്ത ആഴ്ച വരത്തില്ല. അതിന്റെ കാര്യം എന്നാന്നറിയാമോ? അന്ന് വന്നപ്പോൾ ദൂതൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് രാത്രി അഭിഷിക്തന്മാർ ഓർത്തോണം, കൃപാവരങ്ങളുടെ പകർച്ച നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടു പോയ കൃപാവരങ്ങൾ പള്ളിക്കകത്ത് ജ്വലിക്കാൻ തുടങ്ങിയാൽ, അത് പാസ്റ്റർമാരിൽ കൂടെ മാത്രമല്ല വിശ്വാസികളുടെ ജ്വലിക്കാൻ തുടങ്ങിയാൽ പള്ളിക്കകത്ത് ആൾ കൂടുക തന്നെ ചെയ്യും യേശുവിൻ നാമത്തിൽ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ രാത്രി ആത്മാവിൽ വിളിച്ചു പറയുന്നു, കൃപാവരങ്ങളുടെ പകർച്ച, പ്രവചനവരത്തിന്റെ പകർച്ച, വെളിപ്പാടിന്റെ വരം, വെളിപ്പാടിന്റെ പകർച്ച ഇതാ ദൈവം തന്റെ സഭയുടെ മേൽ അയക്കാൻ പോകുക. യേശുവിൻ നാമത്തിൽ എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ട്, എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ട്. ഗ്ലോറി ടു ഗോഡ് ജീസസ്. ഒരു പാട്ടിന്റെ ഒന്നൊരു ചരണങ്ങൾ പാടാൻ പോകുകയാണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കാതെ വലതുകരം ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്താണ്.